ശിവഭജനം ചെയ്യേണ്ട സമയമാണ്. ദേവന്മാരൊക്കെ ഈ സന്ധ്യാസമയത്ത് ഈ പ്രദോഷം, ദോഷം എന്ന് വെച്ചാൽ രാത്രി, ദോഷ എന്ന് വെച്ചാൽ രാത്രി, പ്രദോഷം ദോഷത്തിന് ജസ്റ്റ് മുമ്പുള്ള സമയം, പ്രഭാതം, ഭാതം എന്ന് വെച്ചാൽ പ്രകാശിക്കുക, അതിന് മുമ്പുള്ള സമയം പ്രഭാതം. ഇംഗ്ലീഷിൽ ഡിഗ്രി എന്ന് പറയുന്നതിന് പ്രീ ഡിഗ്രി എന്ന് പറയണത് ഈ പ്ര എന്നുള്ളത് നിന്നാണ് വന്നിരിക്കുന്നത്. പ്രദോഷ സമയം ദേവതകളൊക്കെ ശ്രീ പരമേശ്വരനെ ഭജിക്കുന്ന സമയം, ദേവന്മാരൊക്കെ ഭഗവാനെ ഭജിക്കണു. ഭഗവാനോട് എന്താണ് ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്? ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ 100 ശ്ലോകങ്ങളാണ് ശിവാനന്ദ ലഹരി. ശ്രീശൈലത്തിൽ വെച്ച് ശ്രീശങ്കരൻ രചിച്ചതാണ് ശിവാനന്ദ ലഹരി. അതിൽ ശിവ ആനന്ദ ലഹരി, ലഹരി എന്ന് വെച്ചാലോ തിമർപ്പ്, ഉന്മാദം. എന്തിൻ്റെ ലഹരി? ആനന്ദത്തിൻ്റെ ലഹരി. ആനന്ദം എന്ന് വെച്ചാൽ എന്താ? ആനന്ദം എന്ന് വെച്ചാൽ ഉടനെ നമുക്ക് ആടുന്നതോ തുള്ളുന്നതോ വികാരപ്പെടുന്നതോ ഒക്കെ ഓർമ്മ വരും. പക്ഷെ ആനന്ദത്തിൽ വികാരങ്ങളൊന്നുമില്ല. സുഖത്തിൽ വികാരമുണ്ട്, ദുഃഖത്തിൽ വികാരമുണ്ട്. സുഖിക്കുമ്പോൾ വികാരമുണ്ട്, ദുഃഖിക്കുമ്പോൾ വികാരമുണ്ട്. പക്ഷേ സുഖത്തിലും ദുഃഖത്തിലും ആനന്ദം, ആനന്ദം എന്ന് പറയുന്നത് സുഖമോ ദുഃഖമോ അല്ല, ഇതിന് രണ്ടിനും അതീതമായിട്ടുള്ള സ്ഥിതി. അത് നമ്മളൊക്കെ ദിവസവും അനുഭവിക്കണു. രാത്രി ഉറങ്ങുമ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്തു പറയണു? സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയണു, അല്ലേ? യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആണ്. ലോകത്തിൽ എവിടെ പോയാലും ആർക്കും ഇതുവരെ ഉറക്കം ബോറടിച്ചിട്ടില്ല. ഓ, ബാക്കിയുള്ളതൊക്കെ ബോറടിക്കുന്നു, അല്ലേ? പായസം, ദിവസവും പാൽപ്പായസം വെച്ചാൽ 4 ദിവസം കഴിഞ്ഞാൽ ചോദിക്കുന്നത് എന്താ ഈ പാൽപ്പായസം മാത്രമേ ഉള്ളൂ. 10 ദിവസം സകലവിധമായ പായസവും കൊണ്ട് ഊണ് കൊടുത്താൽ 11ാമത്തെ ദിവസം പറയും നമുക്ക് വെറും മോരും ചോറും കടുക് മാങ്ങയും മതി എന്ന് പറയും. എന്താ? ബോറടിച്ചു എന്നാണ്. വളരെ ഇഷ്ടപ്പെട്ടതാ ആ ആഹാരം, ബോറടിച്ചു. ഏത് വസ്തുവും ലോകത്തില് ബോറടിച്ചു. സുഖം, നമ്മൾ സുഖം എന്ന് പറയണത്. പക്ഷേ സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ആ സുഖത്തിനെ ഇതുവരെ ആരും ബോറടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഉറങ്ങിയിട്ട് മതിയായി. എത്ര കാലമായിട്ട് ഉറങ്ങണം, ഇനി ഉറങ്ങണ്ട. സാധ്യമല്ല. കാരണം എന്താ? ഉറക്കത്തിൽ നമ്മൾ റിജുവിനേറ്റഡ് ആവുകയാണ്, എല്ലാവിധത്തിലും തെളിയുന്നു. സുഖമായിരുന്നു എന്നുള്ളതും നിശ്ചയം. ആ സുഖം വികാരത്തിൻ്റെ സുഖമല്ല, അവിടെ മനസ്സേ പ്രവർത്തിക്കണില്ലല്ലോ. മനസ്സുകൊണ്ട് അനുഭവിച്ച സുഖമല്ല, അല്ലേ? പക്ഷേ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ദിവസം ദിവസം ആ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒന്നുകൂടെ കിടന്നാൽ വേണ്ടില്ല എന്ന് തോന്നും. എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും എല്ലാവർക്കും സുഖമായിട്ട് ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് കഴിഞ്ഞാൽ, നേരത്തെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വിട്ടാൽ ഒന്നുകൂടെ ഉറങ്ങിയാൻ വേണ്ടില്ല. എന്താ? അവിടെ എന്തോ ഒരു തൃപ്തിയുണ്ട്. അവിടെ എന്താ സംഭവിക്കണത്? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താ സംഭവിക്കണത്? അവിടെ സംഭവിക്കണത് എന്താന്ന് വെച്ചാൽ അവിടെ ഈ ഞാൻ ഇല്ലാതായിട്ട് തീരണു. അതുകൊണ്ടാണ് ആനന്ദം. അവിടെ ഈ ശരീരം ഇല്ല, മനസ്സില്ല, ബുദ്ധിയില്ല, അഹങ്കാരം, അതായത് ഈ വ്യക്തിബോധം, ഇൻഡിവിജ്വാലിറ്റി അവിടെ ഇല്ല. സ്വപ്നത്തിലും ജാഗ്രതത്തിലും വ്യക്തിബോധമുണ്ട്, മനസ്സ് പ്രവർത്തിക്കണു, വികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സുഷുപ്തിയിൽ ശരീരമില്ല, മനസ്സ്, വ്യക്തിബോധം ഒന്നും പ്രവർത്തിക്കണില്ല.
അവിടെ സുഖം ആയി ഇരുന്നു. സുഖിച്ചു എന്നല്ല, ഞാനേ സുഖമായിരുന്നു. ഞാൻ സുഖം ആയി, സുഖത്തില് ലയിച്ച് ഇല്ലാതായി എന്നർത്ഥം. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ വീണ്ടും ആ വ്യക്തിബോധം പൊന്തി വരും. അവിടെ അനുഭവിക്കുന്ന സുഖം അത് ശിവസ്വരൂപമാണ്. സുഷുപ്തിയിൽ ഏതൊന്ന് അനുഭവിക്കപ്പെടുന്നുണ്ടോ അത് ശിവസ്വരൂപമാണ്. പക്ഷേ അതിനെ ബോധപൂർവം അനുഭവിക്കണം. അതുകൊണ്ട് എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ബോധപൂർവം അനുഭവിക്കണം. ജാഗ്രത അവസ്ഥയിൽ ആ സുഖത്തിനെ കോൺഷ്യസ് ആയിട്ട് അനുഭവിച്ചാൽ അത് തന്നെ ശിവഭജനം. അറിയാതെ മനസ്സ് ശിവസ്വരൂപത്തിൽ ചെന്ന് ഇരുന്നിട്ട് വരുന്നു, ആത്മാവിൽ ചെന്ന് ഇരുന്നിട്ട് വരുന്നു. അപ്പൊ അതിനെ നമ്മൾ ഉറക്കം എന്ന് പറയണം. അറിഞ്ഞ് അതിലിരുന്നാൽ അതിന് സമാധി എന്ന് പേര്. അറിഞ്ഞ് ഇരുന്നാൽ വാസനാശൂന്യമായി ഉറങ്ങുന്നതിന് സമാധി എന്ന് പേര്. വാസനയോടുകൂടെ ഉറങ്ങുന്നതിന് ഉറക്കം എന്ന് പേര്. രണ്ടിലും ലയം തുല്യം. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പ്രഭാഷണത്തിൽ പറഞ്ഞു, യതികൾ സമ്പ്രദായത്തിലുള്ള സന്യാസികൾ ഈ ശങ്കരമഠത്തിലൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. രാത്രി അവർ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് ആരതി കാണിച്ച് നമസ്കരിക്കുക. അവരെ ആ സമയത്ത് കാണുന്നത് വലിയൊരു പുണ്യമായിട്ടാണ് കരുതുക, ഉറങ്ങി എഴുന്നേറ്റ് വരുന്നത്. അതിന് കൈലാസ ദർശനം എന്ന് പറയും. അതിന് കാരണം എന്താന്ന് വെച്ചാൽ, സന്യാസികൾ എങ്ങനെ ഇരിക്കണം? ജ്ഞാനികളായിരിക്കണം. ജ്ഞാനികളാണെങ്കിൽ അവർക്ക് വാസനകളൊന്നുമില്ല. വാസനാശൂന്യനായ പുരുഷന്റെ മനസ്സ് ചെന്ന് ലയിച്ചാൽ എവിടെ ലയിക്കും? ആത്മാവിൽ ലയിക്കും. അപ്പൊ അവരുടെ ഉറക്കം എന്താ? കൈലാസ ദർശനം തന്നെ. ഉറക്കം എന്താണ്? ആത്മദർശനം. സ്വരൂപത്തിൽ ഇരുന്നിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോ ഭഗവൻ ഭജനം, ശിവഭജനം എന്ന് വെച്ചാൽ ആത്മദർശനം എന്നർത്ഥം. തന്നെ താൻ അറിയാം. യഥാർത്ഥത്തിൽ ശിവൻ ആരാണ്? ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി ആരാണ്? ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു തഥാ സർവാസു അവസ്ഥാസ്വപി വ്യാവൃത്താസു അനുവർത്തമാനം അഹം അഹം ഇതി അന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ ഭദ്രയാ മുദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു തഥാ സർവാസു അവസ്ഥാസു അപി. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇത് ശരീരത്തിന് മാറി മാറി വരുന്നു. ജാഗ്രതാദിഷു, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇത് മനസ്സിൽ മാറി മാറി വരുന്നു. ഈ അവസ്ഥകളൊക്കെ മാറി മാറി വരുമ്പോഴും യാതൊരു മാറ്റം കൂടാതെ, ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മാറാതെ, ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും മാറാതെ, അഹം അഹം ഇതി അന്തസ്ഫുരന്തം സദാ, ഞാൻ 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 എന്ന് ഹൃദയത്തിൽ ഏതൊരു തത്വം നർത്തനം ചെയ്യുന്നു. അതാണ് നടരാജൻ, ചിദംബര നടനം. ഹൃദയത്തിലെ ചിദംബര നടനം, ആ നർത്തനം ചെയ്യുന്ന തത്വം അത് തന്നെയാണ് ശിവൻ. അത് തന്നെയാണ് ദക്ഷിണാമൂർത്തി. ദക്ഷിണാ അമൂർത്തിയാണ് അദ്ദേഹം, ദക്ഷിണാമൂർത്തിയല്ല. ദക്ഷിണ എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം. ദക്ഷിണ അമൂർത്തി, ജ്ഞാനസ്വരൂപനായ അമൂർത്തി. ദക്ഷിണ എന്നുള്ളതിന് എന്താ അർത്ഥം? ദക്ഷിണ ശേമുഷി പ്രോക്ത. ദക്ഷിണ എന്ന് വെച്ചാൽ ഈ സ്ഫൂർത്തിയാണ്, ഹൃദയത്തില് ഞാൻ 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 എന്നുള്ള അനുഭൂതി, അഹമസ്മി എന്നുള്ള അനുഭൂതി, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം. ചിത്തവൃത്തികൾക്ക് നടുവിൽ അതിങ്ങനെ പ്രകാശിക്കുന്നു. മേഘം ഇങ്ങനെ പോകുമ്പോൾ മേഘങ്ങൾക്ക് നടുവിലൂടെ സൂര്യൻ പ്രകാശിക്കണ പോലെ ചിത്തവൃത്തികൾ ഇങ്ങനെ പോകുമ്പോൾ അനേക വികാരങ്ങൾ ഉള്ളിലിങ്ങനെ ഒഴുകുമ്പോൾ, ഒരു വികാരം കഴിഞ്ഞ് അടുത്ത വികാരം വരുന്നതിന് നടുവിൽ ഒരു സന്ധ്യാകാലമുണ്ട്. അതിൻ്റെ ഇടയിൽ സൂര്യൻ പ്രകാശിക്കണ പോലെ ആത്മാ പ്രകാശിക്കണം.
ആ പ്രകാശം അഹം 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 എന്നുള്ള സ്ഫൂർത്തി രൂപത്തിൽ, ആ പ്രകാശം തന്നെ ആത്മസ്വരൂപം. സ്ഫൂർത്തി, അഹങ്കാരം വരെ അഹം സ്ഫൂർത്തി വരെ. അപ്പോ അങ്ങനെ പ്രകാശിക്കുന്നത് സാക്ഷാത് പരമേശ്വര സ്വരൂപം, ശിവസ്വരൂപം. നമോ അഹം പദാർത്ഥായാം ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനേ. അഹംപദ അർത്ഥായ, ഞാൻ എന്നുള്ള പദത്തിൻ്റെ ഉണ്മയായ പൊരുളായി പരമേശ്വരൻ പ്രകാശിക്കണു, ഭഗവാൻ പ്രകാശിക്കണു. അപ്പോ ശിവനെ അറിയണമെങ്കിൽ ആത്മാവിനെ അറിയണം. ആത്മാ തന്നെയാണ് ശിവൻ. നമ്മളുടെ ഉള്ളിൽ ബോധസ്വരൂപനായിട്ട് പ്രകാശിക്കും. ആ ശിവൻ തന്നെയാണ് സ്ത്രീ ശരീരത്തിൽ സ്ത്രീയായിട്ടും പുരുഷ ശരീരത്തിൽ പുരുഷനായിട്ടും നായയുടെ ശരീരത്തിൽ നായായിട്ടും പൂച്ചയുടെ ശരീരത്തിൽ പൂച്ചയായിട്ടും എല്ലാമായി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാന് ശരീരവുമായി യാതൊരു ബന്ധമില്ല. ഈ തത്വം ഉള്ളിൽ തെളിഞ്ഞാൽ ശിവദർശനമായി, ശിവാനുഭവം ആയി. ശിവ അനുഭൂതി, ആത്മാനുഭവം. ഇതന്നെയാണ് പ്രദോഷകാലത്ത് ഏർപ്പെടേണ്ട ശിവധ്യാനം, പരമേശ്വരനെ ധ്യാനം ചെയ്യാന്ന് പറയണത്. അത് ഭഗവാനും ഗീതയിൽ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ പരമേശ്വരൻ പ്രകാശിക്കണു എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. പരമേശ്വരൻ സർവപ്രാണികളുടെയും ഹൃദയത്തിൽ ആത്മാവായിട്ട് പ്രകാശിക്കണം. അപ്പൊ ആത്മാവായിട്ട് ഭഗവാനെ ഹൃദയത്തിൽ കണ്ടെത്തണം, ബോധസ്വരൂപനായിട്ട്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി മുതലായ അവസ്ഥകൾക്കും ഓരോ ചിത്തവൃത്തിക്കും സാക്ഷിയായിട്ട്, പ്രജ്ഞയായിട്ട്, ജ്ഞപ്തിയായിട്ട് ഉള്ളില് ശിവനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ശിവനെ കണ്ട് ദൃഷ്ടി പതരാതെ ഇരിക്കാം. അതാണ് തപസ്, ജ്ഞാനതപസ്. ബഹവോ ജ്ഞാനതപസാ പൂതാമദ്ഭാവമാഗതാ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുമ്പോൾ, ജ്ഞാനതപസ് എന്ന് വെച്ചാൽ ദൃഷ്ടി പതരാതിരിക്കുക. ജ്ഞാനത്തിന് അതുമാത്രമേ വേണ്ടൂ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ദൃഷ്ടി ആത്മാവിൽ നിന്ന് പതരാതിരിക്കാം. അത് തന്നെ തപസ്. ഇത്തരം തപസ്സുകൊണ്ട് സ്വരൂപ അനുഭവം നേടുക, ആത്മസാക്ഷാത്കാരം നേടുക. അതിന് സന്ധ്യാകാലത്തിൽ, പ്രത്യേകിച്ച് പ്രദോഷ സമയത്ത് പഞ്ചാക്ഷരം ജപിച്ച് ശിവനാമം ജപിച്ച് ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കണം. ഗീതയുടെ ഒക്കെ ലക്ഷ്യം ഇതുകൊണ്ട് സാധ്യമാവും. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഭഗവത്ഗീതയുടെ ലക്ഷ്യം എന്താ? ആത്മസാക്ഷാത്കാരം. ഉപനിഷത്തുകളുടെ ഒക്കെ ലക്ഷ്യം എന്താ? ആത്മസാക്ഷാത്കാരം, സ്വരൂപജ്ഞാനം. അതിനെ മുഴുവൻ, ഉപനിഷത്തുകളെ മുഴുവൻ കടഞ്ഞെടുത്തതാണ് ഗീത. ആചാര്യസ്വാമികൾ ഗീതാഭാഷ്യം രചിക്കുമ്പോൾ ഉപോദ്ഘാത ഭാഷ്യത്തിൽ പറഞ്ഞു, സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ഗീതാശാസ്ത്രം. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്നാണ്. വേദത്തിൻ്റെ അർത്ഥം മുഴുവൻ കടഞ്ഞെടുത്തതാണ് ഗീതാശാസ്ത്രം. അതിൻ്റെ മുഴുവൻ ക്രീം, എസൻസാണ് ഗീതാശാസ്ത്രം, സാരം. ഗീത ആരംഭിക്കുന്ന ഘട്ടം നമ്മൾ ഇന്നലെ പറഞ്ഞു, കുരുക്ഷേത്ര ഭൂമി. ഇന്നലെ അതൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചു. കുരുക്ഷേത്രം എന്ന് വെച്ചാൽ എന്താണ്? ഈ ശരീരം തന്നെ കുരുക്ഷേത്രം. ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത്തെ. ഇവിടെ ധൃതരാഷ്ട്രോവാച എന്നാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ആദ്യത്തെ അധ്യായം അർജുന വിഷാദയോഗമാണ്. വിഷാദം എന്ന് വെച്ചാൽ കഷായം. വേദാന്തികൾ അതിന് കഷായം എന്നാണ് പറയുക. വിഷാദത്തിന് വേദാന്തികൾ കഷായം എന്നാണ് പറയുക. അതായത് കഷായസ്ഥിതി.
ഒരുപാട് ദുഃഖിച്ചാൽ മനസ്സ് തമോ ഗുണം ബാധിക്കും. എല്ലാവർക്കും കേൾക്കണുണ്ടോ? ബാക്കിലൊക്കെ എനിക്കൊരു സംശയം, മഴയിൽ കേൾക്കണുണ്ടോ? ഈ വിഷാദം എന്ന് വെച്ചാൽ ധാരാളം ദുഃഖിക്കുന്ന ആളുകൾ, ചിലർക്ക് അതിനൊരു അഡിക്ഷനാണ്. ദുഃഖിച്ച് ദുഃഖിച്ച് കുറച്ച് ദിവസത്തേക്ക് ദുഃഖം ഇല്ലെങ്കിൽ ശരിയാവില്ല. ദുഃഖത്തിന് അടിമപ്പെടും തോറും മനസ്സിൽ തമോ ഗുണം ബാധിക്കും, തമസ് ബാധിക്കും. ദുഃഖിക്കണതൊക്കെ എന്തിനെ കുറിച്ചാ? എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല, എന്തെങ്കിലും വേദന അനുഭവിച്ചു, ഇതിനൊക്കെ കുറിച്ചല്ലേ. ഒക്കെ ജഡവസ്തുക്കളെ ആശ്രയിച്ചിട്ടാണ് ദുഃഖം. നമ്മളുടേതല്ലാത്ത പദാർത്ഥങ്ങളെ പിടിച്ചു വെച്ചിട്ട് കരയാണ്. സകല ദുഃഖത്തിനും യുദ്ധങ്ങൾക്കൊക്കെ മൂലകാരണം അതാണ്. ശണ്ട കൂടണമെങ്കിൽ എന്തിനാ? എൻ്റെ എന്ന് പറഞ്ഞ് പിടിച്ച ശണ്ട. ഒരു കാട്ടില് 2 സന്യാസികൾ താമസിക്കണ്ടായിരുന്നു. അവര് വളരെ സ്നേഹത്തോടെ പരസ്പരം വളരെ പ്രിയത്തോടുകൂടെ, 2 പേരും ജ്ഞാനികളാണ്, അറിയേണ്ടത് അറിഞ്ഞവരാണ്. അവരവിടെ തന്നെ ഫലങ്ങളൊക്കെ ഭക്ഷിച്ച് തപസ് ചെയ്ത് കഴിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അതിൽ ചെറുപ്പക്കാരനായ സന്യാസി നാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അദ്ദേഹം ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ യാത്ര പോയി കുറച്ച് ദൂരം പോയി ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ ഗ്രാമത്തിലുണ്ട് 2 പേര് തമ്മിൽ ഭയങ്കരമായ ലഹള, ശണ്ട കൂടുക. അദ്ദേഹത്തിന് അത് കണ്ടു മനസ്സിലായില്ല ഇവരെന്താ ചെയ്യണതെന്ന്. അപ്പം അദ്ദേഹം ഒരാളെ വിളിച്ച് ചോദിച്ചു, ഇവർ തമ്മിൽ എന്താ ചെയ്യണത്? വല്ല നാടകമാണോ അല്ല കൂത്തു വല്ലതുമാണോ? ഇതെന്താ അത്? അപ്പം അയാൾ പറഞ്ഞു കൊടുത്തു, ഇതിന് പേരാണ് ശണ്ട കൂടുക എന്ന്. അവർ തമ്മിൽ ശണ്ട കൂടുകയാണോ? അപ്പം ഈ സന്യാസിക്ക് മനസ്സിലായില്ലേ, ശണ്ട കൂടുക എന്ന് വെച്ചാൽ എന്താ? അത് ഇയാൾക്ക് ഇയാളോട് ദേഷ്യം, ഇയാൾക്ക് ഇയാളോട് ദേഷ്യം. അപ്പൊ തമ്മിൽ അടിപിടി കൂടുക. അപ്പൊ അദ്ദേഹം സന്യാസിക്ക് ഇയാൾ എത്ര വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടും പിടികിട്ടിയില്ല. അപ്പോ തൻ്റെ ഗുരുവിൻ്റെ അടുത്ത്, അതായത് തന്നെക്കാളും വയസ്സിന് മൂത്ത സന്യാസി ഉണ്ടല്ലോ, അദ്ദേഹത്തിനോട് ചോദിക്കാം. ചോദിച്ചാൽ ഒരുപക്ഷെ മനസ്സിലാവുമായിരിക്കും. ഈ ആളുകളോട് ചോദിച്ചാലൊന്നും നമുക്ക് പിടികിട്ടില്ല. അപ്പൊ ചോദിക്കാൻ ഉദ്ദേശിച്ച് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഗുഹയിൽ വന്നിട്ട് ചോദിച്ചു, ഞാൻ നാട്ടിലൊരു ഗ്രാമത്തിൽ പോയി, അവിടെ 2 പേര് തമ്മിൽ ശണ്ട കൂടുക അത്രയാണ്. അപ്പൊ ഈ ശണ്ട കൂടുക എന്ന് വെച്ചാൽ എന്താ? അപ്പൊ ആ മൂത്ത സന്യാസിക്ക് സാമാന്യം ലോകപരിചയമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത് ശണ്ട കൂടുക എന്ന് വെച്ചാൽ ഒരാൾക്ക് മറ്റൊരാളോട് വിരോധം തോന്നുന്നു, എന്നിട്ട് അങ്ങോട്ട് ചീത്ത വാക്ക് വിളിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യണു. അതിനാ പേരാണ് ശണ്ട കൂടൽ. ആട്ടെ, ഈ വിരോധം എന്തിനു തോന്നണം? അത് ഞാൻ തനിക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു സാധനം അതെടുത്ത് വെച്ചിട്ട് ഈ ചെറുപ്പക്കാര സന്യാസിയോട് പറഞ്ഞു, ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാര സന്യാസി ഉണ്ടല്ലോ, അയാൾ പറഞ്ഞു, അതിനെന്താ സ്വാമി, എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മൂത്ത സന്യാസി പറഞ്ഞു, പോടോ, തനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ശണ്ട കൂടെ എന്താണെന്ന് പറഞ്ഞു തരണമെങ്കിൽ ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞാൽ, അല്ല അത് എൻ്റെ ആണെന്ന് പറയണം, എന്നാലേ ശണ്ട കൂടാൻ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ ആണെന്ന് പറഞ്ഞാൽ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ശണ്ട കൂടും? ഇപ്പൊ താൻ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, അത് ലോകത്തിലുള്ളവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ശണ്ട കൂടുന്നത്. സകല യുദ്ധത്തിനും ശണ്ടയ്ക്കും ലഹളയ്ക്കും ഒക്കെ കാരണം മമത, പൊസഷൻ, പൊസസീവ്നെസ്. അതിൽ നിന്ന് രാഗം ഉണ്ടാവുന്നു, രാഗത്തിൽ നിന്ന് ദ്വേഷം. വസ്തുക്കളെ ഉണ്മയെന്ന് കരുതുമ്പോൾ വസ്തുക്കളോട് സംഘമേർപ്പെടും. സംഘമേർപ്പെട്ടാൽ അത് വേണമെന്ന് തോന്നും. വേണമെന്ന് തോന്നിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനാര് തടസ്സം നിൽക്കണോ അവരോട് കോപം വരും. കോപം വന്നു കഴിഞ്ഞാൽ തൻ്റെ സമനില തെറ്റും. സമനില തെറ്റിയാൽ പെരുമാറേണ്ട ചട്ടങ്ങളും രീതികളും ഒക്കെ മറന്നുപോയിട്ട് എന്തും ചെയ്യും. പ്രണശ്യതി, ഭഗവാൻ പടിപ്പടിയായിട്ടുള്ള ഫാൾ,
പതനം ഭഗവാൻ പറയുന്നുണ്ട് ഗീതയിൽ. അപ്പോ ഈ ഒരു തത്വജ്ഞാനത്തിൻ്റെ കുറവ്, അതുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ, യുദ്ധം, ഹിംസ നടക്കണത്. അപ്പൊ കുരുക്ഷേത്ര ഭൂമിയിൽ കൗരവരും പാണ്ഡവരും വന്ന് നിൽക്കണു. ഇവിടെ വിഷാദയോഗം, അതാണ് നമ്മളുടെ വിഷയം. വിഷാദം, അർജുനന്റെ വിഷാദം. വിഷാദത്തിന് മൂലകാരണം, മനസ്സ് കുറേ വിഷമിച്ചു കഴിഞ്ഞാൽ മനസ്സിന് തമോ ഗുണം ബാധിക്കുമെന്ന് പറഞ്ഞു. വിഷാദത്തിന് മൂലകാരണം എന്താ? വസ്തുക്കൾ, ജഡവസ്തുക്കൾ ഉണ്മയാണെന്നും അത് വേണോ എന്നും ഉള്ള ആഗ്രഹം. എന്തെങ്കിലും വേണമെന്നോ വേണ്ട എന്നോ, തനിക്ക് ഇഷ്ടപ്പെട്ടത് വേണമെന്ന് വിചാരിച്ചാലും ദുഃഖം, ഇഷ്ടപ്പെടാത്തത് വരാൻ പാടില്ല എന്ന് വിചാരിച്ചാലും ദുഃഖം. ഈ ദ്വന്ദ്വം, ഡ്യുവലിസ്റ്റിക് പ്രോസസ്, ചിത്തത്തിലുള്ള ഈ ദ്വൈത ചലനം, അതിൽ നിന്നാണ് സകല ദുഃഖങ്ങളും ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യത്തെ അധ്യായം ഈ വിഷാദത്തിനെ കുറിച്ചാണ്. അർജുനന്റെ മാത്രം വിഷാദമല്ല ഇത് ധൃതരാഷ്ട്രരുടെയും വിഷാദമാണ്. അർജുനനെ പോലെയും ധൃതരാഷ്ട്രരെ പോലെയും ഉള്ളവർക്കൊക്കെ വിഷാദമുണ്ട്. ധൃതരാഷ്ട്രർക്ക് വിഷാദം രോഗം, അർജുനന് വിഷാദം യോഗം. ധൃതരാഷ്ട്രരെ പോലെ ആണെങ്കിൽ വിഷാദം മാറിക്കിട്ടേയില്ല. കാരണം അവർ മാറ്റാൻ തയ്യാറല്ല. ചിലരൊക്കെ വിഷമിക്കും, അല്ലാതെ വിഷമിക്കും. വിഷമിക്കുമ്പോൾ അവരോട് പോയിട്ട് അല്പം അവരെ ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സത്യം പറഞ്ഞു കൊടുത്താൽ, അതായത് ഭഗവത് വിഷയമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, നിങ്ങളുടെ വേദാന്തമൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയും. അതിനർത്ഥം എന്താ? ഞാൻ വിഷാദത്തിൽ നിന്നും മാറി നിൽക്കാൻ തയ്യാറല്ല എന്നർത്ഥം. ഐഡന്റിഫിക്കേഷൻ വന്നിരിക്കണു ആ വിഷാദത്തിനോട്. അതെനിക്ക് വേണം, ഞാൻ വിഷമിച്ചുകൊണ്ടതിന് ഇരിക്കും, അത് മാറ്റമൊന്നും വേണ്ട. അങ്ങനെയുള്ളവരൊന്നും ചെയ്യാൻ പറ്റില്ല. ധൃതരാഷ്ട്ര ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് പ്രശ്നമുണ്ട്. അദ്ദേഹം സദാ അസൂയ കൊണ്ടും ദുഃഖം കൊണ്ടും വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അസൂയയോ ദുഃഖമോ വ്യാസൻ വിചാരിച്ചിട്ടും കൃഷ്ണൻ വിചാരിച്ചിട്ടും മാറ്റാൻ പറ്റില്ല. കാരണം എന്താ? അദ്ദേഹം മാറ്റാൻ തയ്യാറല്ല. ഈ ജീവൻ സങ്കല്പിച്ചിട്ടില്ലെങ്കിൽ, ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ഒരിടത്ത് പറയുന്നു, സ്വയം എനിക്ക് മുക്തനാകണം എന്ന് ഈ ജീവൻ സങ്കല്പിച്ചിട്ടില്ലെങ്കിൽ ഈശ്വരേണാപി വിമോക്തും ന ശക്യത എന്നാണ്. ഈശ്വരന് പോലും ഈ ജീവനെ മുക്തിമാർഗത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ജീവൻ സങ്കല്പിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഭഗവാൻ പോലും ഉദ്ധരേത് ആത്മാനാത്മാനം ആത്മാനം അവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മനഃ എന്ന് 6ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അർജുന, താൻ തന്നെ തന്നെ പിടിച്ചുയർത്തണം, ഉദ്ധരിക്കണം. വെറുതെ ജീവിതം പാഴാക്കി കളയരുത് എന്ന്. ആത്മാനം അവസാദയേത്. ഭഗവാനെ, എന്നെ വേറെ ആരെങ്കിലും സഹായിക്കില്ലേ? താൻ തന്നെ സഹായിക്കണം. തനിക്ക് ബന്ധു താൻ തന്നെ, തനിക്ക് ശത്രു താൻ തന്നെ. ഈശ്വരൻ സഹായിക്കില്ല. ആ ഈശ്വരൻ ഞാനാണ് പറയണത് താൻ തന്നെ ചെയ്യണമെന്ന്. എന്നുവെച്ചാൽ തൻ്റെ ഉള്ളിലുള്ള ആ ജീവശക്തി ഉണ്ടല്ലോ, അത് തന്നെ ഈശ്വരൻ. അത് അജ്ഞാനം കൊണ്ട് ഒരു ജീവനാണെന്നും തന്നിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു ഈശ്വരൻ ഉണ്ടെന്നും ആ ഈശ്വരൻ സഹായിക്കുമെന്നും എന്തൊക്കെയോ യുക്തികൾ നിരത്തി വെച്ച് സ്വയം ഒരു അജ്ഞാനത്തിൻ്റെ വല നെയ്തിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. അതിനെയൊക്കെ പൊട്ടിച്ച് പുറത്തു വരണം. പുറത്തു നിന്ന് ആരും സഹായിക്കാൻ പോണില്ല. ഉദ്ധരേതാത്മനാത്മാനം മഗ്നം സംസാരവാരിധവും. ആചാര്യസ്വാമികൾ ഇതിനെ അല്പം മാറ്റി. യോഗാരൂഢത്വമാസാദ്യ സമ്യക് ദർശനനിഷ്ഠയാ. ബുദ്ധിയെ ജ്ഞാനം കൊണ്ട് തെളിച്ചെടുത്തിട്ട് സ്വയം പിടിച്ചുയർത്തു എന്ന് നിശ്ചയിക്കൂ, പിടിച്ചുയർത്തു. ഈ ജന്മത്തിൽ ഞാൻ ആ സത്യം കണ്ടെത്തും. ബുദ്ധൻ പറഞ്ഞു അത്ര. എങ്ങനെ? ബുദ്ധൻ രാജ്യമൊക്കെ ഉപേക്ഷിച്ചു പോയി കുറച്ചു കാലം ഊണ് കഴിക്കാതെ തപസ് ചെയ്തു. കുറച്ചു കാലം അഘോരികളുടെ കൂടെ നിന്ന് ചാണകം തിന്നു തപസ് ചെയ്തു. ഇങ്ങനെ കഠിനമായിട്ടുള്ള പല തപസ്സുകളും അനുഷ്ഠിച്ചിട്ടും ശാന്തി ഉണ്ടായില്ല. അവസാനം അതൊക്കെ വിട്ടിട്ട് രാജഗൃഹത്തിൽ വന്നിട്ട് 2 യോഗികൾ അവരുടെ കൂടെ കുറേ കാലം താമസിച്ചു.
അപ്പോഴും പൂർണ്ണമായിട്ട് തനിക്ക് തൃപ്തി വന്നില്ല. എന്നിട്ടാണ് ഈ ബുദ്ധഗയയിലെ ഊരുവല്വത്തിൽ ബോധിവൃക്ഷത്തിന് ചോട്ടിൽ വന്ന് ഇരുന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഇഹാസനേ ശുഷ്യതുമേ ശരീരം ത്വഗസ്തി മാംസം വിലയം ച യാതു അപ്രാപ്യ ബോദ്ധിം ബഹുകൽപദുർലഭാം നൈവ ആസനാത് കായമധശ്ചലിഷ്യതി. ഈ ഇരിക്കണ ഇരിപ്പില് എൻ്റെ ശരീരം ശോഷിച്ച് ഇല്ലാതായിട്ട് പോട്ടെ, ഈ അസ്ഥിയും മാംസവും എല്ലും മജ്ജയും ഒക്കെ വേർപിരിഞ്ഞു മണ്ണോട് മണ്ണായിട്ട് പോട്ടെ. അപ്രാപ്യ ബോധ്യം, ആ നിർവാണം അല്ലെങ്കിൽ ജ്ഞാനം, ബോധി, ഏതൊന്ന് നേടിക്കഴിഞ്ഞാൽ പരിപൂർണ തൃപ്തിയും ശാന്തിയും ഉണ്ടാവോ അത് നേടാതെ ഈ ഇരിക്കണ ഇരിപ്പിൽ നിന്ന് ഞാൻ ചലിക്കില്ലയാണ്. ഇതാണ് ഉദ്ധരേത് ആത്മാനാത്മാനം. നിശ്ചയിക്കുകയാണ് എന്നുവെച്ചാൽ ബുദ്ധനെ പോലെ അങ്ങനെ ഇരിക്കണം എന്നല്ല, ഉള്ളുകൊണ്ട് നിശ്ചയിക്കണം, ഉറപ്പിക്കണം. പ്രാകൃതമായി എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല. ബുദ്ധൻ അവസാനം കണ്ടു, പഷ്ണി കിടന്നിട്ടൊന്നും കാര്യമില്ല, ശരീരത്തിനെ ശോഷിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, യോഗസ്ഥിതി സമസ്ഥിതി നേടണം, അപ്പോഴേ പൂർണ്ണ തൃപ്തി ഉണ്ടാവുള്ളൂ എന്ന് കണ്ട് ബുദ്ധൻ ഗീതയിലുള്ള സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്തൊക്കെ പറയണോ അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും വാദം. സിദ്ധാന്തത്തിൽ കുറച്ച് അങ്ങോട്ടും മാറിപ്പോയി, അത്രയേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഈ ജീവൻ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ധൃതരാഷ്ട്രരെ പോലെ ഉള്ളവരെ ആർക്കും വിചാരിച്ചിട്ട് മാറ്റിക്കളയാൻ പറ്റില്ല. കാരണം അദ്ദേഹം നിശ്ചയിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഉദ്ധരിക്കാൻ നിശ്ചയമില്ല. അതുകൊണ്ട് ധൃതരാഷ്ട്രരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ വേറെ ഒരു ചോദ്യം, ധർമ്മപുത്രർക്ക് എന്തുകൊണ്ട് ഭഗവത്ഗീത ഉപദേശിച്ചില്ല? അർജുനന് ഉപദേശിച്ചുവല്ലോ. ധൃതരാഷ്ട്രർക്ക് നന്നാവണമെന്ന് ഉദ്ദേശമില്ല, അതുകൊണ്ട് ധൃതരാഷ്ട്രർക്ക് ഉപദേശിച്ചിട്ടും ഫലിച്ചില്ല. അർജുനന് നിശ്ചയമുണ്ട്, തനിക്ക് താൻ ഏത് പദത്തിൽ കാല് വെച്ചാലും അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സ്വഭാവമാണ്, തുറന്ന മനസ്സാണ്. ഒന്നും സത്യത്തിനെ പൂർണ്ണ സത്യം കണ്ടിട്ടില്ലെങ്കിലും അതിനു മുമ്പുള്ള ഏതിനെങ്കിലും ഒക്കെ പൂർണ്ണമാണെന്നൊന്നും നിശ്ചയിച്ചില്ല അർജുനൻ. പക്ഷെ ധർമ്മപുത്രര് ധർമ്മത്തിനെ പൂർണ്ണമാണെന്ന് അങ്ങോട്ട് നിശ്ചയിച്ചു, അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഓഫ് ധർമ്മം. അതുകൊണ്ട് ഭാഗവതത്തിൽ പറയണു, വ്യാസൻ പറഞ്ഞിട്ടും കൃഷ്ണൻ പറഞ്ഞിട്ടും പോലും വിശ്വസിച്ചില്ല എന്നാണ്. എന്നിട്ടാണ് ഭീഷ്മരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അപ്പോ ഒന്നും നിശ്ചയിച്ചു പോരുത്. പരമസത്യം, ഔപനിഷദമായ സത്യം, വേദാന്ത സത്യം തെളിഞ്ഞു കിട്ടണ വരെ യാതൊന്നിലും നിശ്ചയിക്കാത്ത ആളാണെങ്കിൽ അയാൾക്ക് പരിപൂർണ തൃപ്തി ഉണ്ടാവും. അപ്പോ ധൃതരാഷ്ട്രരെ വെച്ചുകൊണ്ടാണ് ഇവിടെ ആരംഭം. സഞ്ജയനെ വിളിച്ച് ചോദിക്കണു ധൃതരാഷ്ട്രം. ഞാൻ ഇന്നലെ സന്ദർഭം പറഞ്ഞു, മഹാഭാരത യുദ്ധം ആരംഭിച്ച് 10ാമത്തെ ദിവസം ഭീഷ്മര് മറിഞ്ഞു വീണു. ഭീഷ്മര് വീണപ്പോ ധൃതരാഷ്ട്രരോട് സഞ്ജയൻ വന്നു പറഞ്ഞു, ഭീഷ്മപിതാമഹൻ പതിച്ചിരിക്കുന്നു. അപ്പോൾ ധൃതരാഷ്ട്രർ സഞ്ജയനെ വിളിച്ച് ചോദിച്ചു, ഭീഷ്മര് വീഴാന്ന് വെച്ചാൽ ഒരിക്കലും സാധ്യമല്ല, അത് സംഭവിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഇനി എന്തും സംഭവിക്കാം. അതുകൊണ്ട് ആദ്യം മുതൽ എന്തൊക്കെയാ സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് വിസ്തരിച്ച് പറയൂ എന്നാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമകാ പാണ്ഡവാശൈവ കിമകുർവത സഞ്ജയ. ഈ അർജുന വിഷാദ യോഗത്തിലെ എല്ലാ ശ്ലോകമൊന്നും ഞാൻ പറയാൻ പോണില്ല, ആരംഭ ചില ശ്ലോകങ്ങൾ മാത്രം. പിന്നെ സാഖ്യയോഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ധൃതരാഷ്ട്രരുടെ ചോദ്യം, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമാണ്, ധർമ്മത്തിന് വിജയം ഉണ്ടാവുന്ന ക്ഷേത്രമാണ്. ധർമ്മം എന്ന് വെച്ചാൽ എന്താ? പ്രപഞ്ചത്തിൻ്റെ നിയമം. അതിന് മറ്റൊരു പേര് ഋതം എന്നാണ്. ഭഗവാന് 2 കണ്ണാണെന്നാണ്, ഋതവും സത്യവും. ഋതകും സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണപിംഗലം. ഭാഗവതത്തില് ഋതസത്യനേത്രം എന്നാണ്. ഋതവും സത്യവും 2 കണ്ണുകളാണ് ഭഗവാന്റെ. ഋതം എന്ന് വെച്ചാൽ പ്രപഞ്ച നിയതി, സത്യം എന്ന് വെച്ചാൽ മാറാത്ത ശാശ്വതമായ വസ്തു. ഒന്ന് ശ്രുതി, അതായത് മാറാത്ത സനാതനമായ വസ്തു.
മറ്റേത് പ്രപഞ്ചത്തിൻ്റെ നിയമം, താളം. അതിനെ വേണമെങ്കിൽ സ്മൃതി എന്ന് പറയാം. ഇതങ്ങനെ എടുക്കാം. ഇതിന് വേറെ വിധത്തിലും അർത്ഥം പറയാം, അമൃതം സത്യം എന്നുള്ളതിന്. അപ്പോ ധർമ്മം എന്ന് വെച്ചാൽ, ഈ ധർമ്മം എന്തിനാണ്? ധർമ്മം എന്ന് വെച്ചാൽ ഒരു ജീവിത നിയമം. ഇന്ന രീതിയിൽ ജീവിച്ചാൽ ഈ ജീവന് ആത്മസാക്ഷാത്കാരത്തിന് സഹായമാവും. ഇയാളിൽ ദൈവീ സമ്പത്ത് വളരും, ആസുരീ സമ്പത്ത് കുറയും. ദൈവീ സമ്പത്ത് വളർന്നാൽ ചിത്തശുദ്ധി ഉണ്ടാവും. ചിത്തശുദ്ധി ഉണ്ടായാൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാവും. ചിത്തശുദ്ധിക്ക് ഉതകുന്ന രീതിയിലുള്ള ജീവിത പദ്ധതിയാണ് ധർമ്മം. അതുകൊണ്ടാണ് ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്നും. ധർമ്മത്തിനെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും. രക്ഷിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഉള്ളിലുള്ള സത്യത്തിനെ തെളിച്ചു തരും. ധർമ്മത്തിനെ, യഥാർത്ഥ ധർമ്മത്തിനെ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ ആത്മതത്വം തെളിഞ്ഞു കിട്ടും. അപ്പൊ ഈ ജീവിതം എന്ന് പറയുന്ന കുരുക്ഷേത്രം നമുക്ക് ധർമ്മം പാലിക്കാനുള്ള ക്ഷേത്രമാണ്. ധർമ്മം എങ്ങനെ അറിയാം? ധർമ്മം അറിയാനുള്ള വഴി എന്താ? റെഡിമെയ്ഡായിട്ട് ചില ധർമ്മങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ധർമ്മമൊന്നും എല്ലാവർക്കും യൂണിവേഴ്സൽ അല്ല. എല്ലാവർക്കും സാർവജനികമായ ഒരു ധർമ്മമുണ്ട്. ആരെയും വെറുക്കരുത്, എല്ലാവരോടും സ്നേഹത്തോടെ ഇരിക്കണം, ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യണം, മറ്റുള്ളവരെ ഹിംസിക്കരുത്, മൈത്രി ഭാവത്തോടു കൂടെ ഇരിക്കുക, ഭയം ഇല്ലാതാക്കുക, ആവശ്യത്തിലധികം വസ്തുക്കളെയോ ധനത്തിനെയോ ശേഖരിച്ചു വെക്കരുത്. ഇതൊക്കെ പ്രകൃതിയുടെ നിയമമാണ്. ഈ പ്രകൃതിയുടെ നിയമം ഇതൊക്കെ സാർവജനീയം, ഏത് മതത്തിലെടുത്താലും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വേറെ ചില ധർമ്മമൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ ഇത്ര പ്രാവശ്യം ആചമനം ചെയ്യണം, ഇത്ര അർഘ്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണർക്ക് മാത്രമുള്ള ധർമ്മമാവും. അതും ബാഹ്യധർമ്മമാണ്, ശാരീരിക ധർമ്മമാണ്. പക്ഷേ ആന്തരിക ധർമ്മം ഒരിക്കലും ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ധർമ്മമാണ് ഈ വെറുക്കരുത്, സത്യനിഷ്ഠനായിട്ടിരിക്കണം, സ്നേഹത്തോടെ ഇരിക്കണം, സമദർശിത്വത്തോടു കൂടെ ഇരിക്കണം, പ്രിയമായിട്ടിരിക്കണം, മൈത്രീഭാവത്തോടെ. ഈ ധർമ്മങ്ങളൊക്കെ ദൈവീ സമ്പത്ത് ഇത് വളർത്താനുള്ള ഒരു ഫീൽഡ്, ഒരു ക്ഷേത്രമാണ് ഈ കുരുക്ഷേത്രം. അവിടെ കൂടിച്ചേർന്നിരിക്കുന്നു രണ്ടു കൂട്ടരും. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാ, കൂടിച്ചേർന്നിരിക്കുന്നു. യുയുത്സവ, യുദ്ധം ചെയ്യാൻ ആശിച്ചുകൊണ്ട്. ഇവിടെ യുദ്ധം ചെയ്യൽ എന്താ? കർമ്മം ചെയ്യാം. സകല ആളുകളും ഈ കുരുക്ഷേത്ര ഭൂമിയിൽ, ജീവിതമാവുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ വരിക അല്ലേ? ജനിക്കുമ്പോഴേ എങ്ങനെയാണ്, മരിക്കുമ്പോഴോ ഇങ്ങനെയും. കണ്ടോ? ജനിക്കുമ്പോ ഇങ്ങനെ, മരിക്കുമ്പോ ഇങ്ങനെ. മരിക്കുമ്പോ ആരിങ്ങനെ മരിക്കാറില്ല, കൈ നല്ലവണ്ണം തുറന്നു വെച്ചിട്ട്. അതായത് സറണ്ടേർഡ്. അലക്സാണ്ടർ മരിക്കുമ്പോ അലക്സാണ്ടർ പറഞ്ഞു അത്രേ, ലോകത്തിനെ മുഴുവൻ പിടിച്ചടക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുറപ്പെട്ടത്, പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവം ആളുകളുടെ മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ ഈ വിരിത്തിയ കൈ, അത് സ്വയമേവ കൈ തുറന്നു പോകും. ആ വിരിഞ്ഞ കൈ മലർത്തി വെച്ച് എല്ലാവരും കാണുന്ന പോലെ തന്നെ കൊണ്ടുപോകണം. എന്നുവെച്ചാൽ ലോകം പിടിച്ചടക്കാൻ, പുറം ലോകത്തിനെ ജയിക്കാൻ പുറപ്പെട്ട ആള് ശൂന്യഹസ്തത്തോടെ പോണു എന്നുള്ളത് എല്ലാവരും കാണണം. അതിന് കൈ വിരിച്ചു വെച്ച് എല്ലാവരുടെ മുമ്പിലും കൊണ്ടുപോകാൻ പറഞ്ഞു അത്രേ. അപ്പൊ ഈ ലോകത്തിൽ വരുമ്പോ യുദ്ധം ചെയ്യാനായിട്ടാണ് വരണത്. കർമ്മം ചെയ്ത് എന്തൊക്കെയോ നേടിയെടുക്കാൻ. ഇത് ഒറ്റ വിചാരമേ ഉള്ളൂ ജീവന്. നേടിയെടുക്കണം. അറ്റൈൻമെന്റ്, അച്ചീവ്മെന്റ്, സക്സസ് അല്ലേ? ഇപ്പൊ ഗീതയ്ക്ക് പോലും നമുക്ക് ആള് വരണമെങ്കിൽ ഭഗവത്ഗീത ഫോർ സക്സസ് എന്ന് പറയണം. അപ്പൊ കുറെ ആളുകൾ പാൻറ്റും ഷർട്ടും ഷൂവും ഒക്കെ ഇട്ട് ഇവിടെ ഇരിക്കും. എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും സക്സസ് വേണം. അതൊരു പറ്റിക്കൽ ഏർപ്പാടാണ്. സക്സസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഉള്ള ഫീൽഡിൽ ധാരാളം പണം ഉണ്ടാക്കണം, ഫസ്റ്റ് അതാണ്. ബാക്കിയൊക്കെ സെക്കൻഡറി. പിന്നെ എന്താ, കുറച്ച് പൊസിഷൻ ഉണ്ടാവണം, ഫാക്കൽറ്റി ഉണ്ടാവണം,
എക്സലൻസ് ഉണ്ടാവണം. ഇതിനെയൊക്കെ നമ്മൾ സക്സസ് എന്ന് പറയും അല്ലേ? അതായത് പെർഫെക്റ്റ് ജീവിതത്തിൽ അവസാനം നമ്മളുടെ ഫീൽഡിൽ നമ്മൾക്ക് ചോട്ടിലെ എല്ലാവരും ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാൽ ഞാൻ സക്സസ്ഫുള്ളായി. ആ സക്സസ്സിന് വേണ്ടി ഭഗവത്ഗീത ഉപയോഗിച്ചാൽ നിങ്ങളെ ആകപ്പാടെ ഞാൻ വിശ്വാസം കേടുവരുത്താണ് വിചാരിക്കരുത് കേട്ടോ. ഏറ്റവും അൺസക്സസ്ഫുൾ പേഴ്സണാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ജീവിതം മുഴുവൻ ഓരോ സ്റ്റെപ്പിലും പ്രശ്നമാണ് അദ്ദേഹത്തിന്. കണ്ടിട്ടുണ്ടോ? അങ്ങനെ നോക്കിയിട്ടുണ്ടോ കൃഷ്ണന്റെ ഗീത? ഭഗവാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പാവം അച്ഛനും അമ്മയും ജയിലില്. ജനിച്ച 6 കുട്ടികളെ അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് വധിച്ചു. ആരുടെ ജീവിതത്തിലാണ് അത്ര ദുഃഖമുള്ളത്? ജനിച്ച ഉടനെ കൃഷ്ണനെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി, ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി. ഓരോ ദിവസം പൂതനയും തൃണാവർത്തനും ഭഗനും മുഷ്ടികനും എത്ര പേരെ വധിച്ചു. അവസാനം കംസനെ വധിച്ചു. അതോടെ സമാധാനമുണ്ടോ? മധുരാപുരിയിൽ സമാധാനമായിട്ടുണ്ടോ? നമ്മളൊക്കെ ഇപ്പൊ കൃഷ്ണനെ പൂജിക്കണു. കൃഷ്ണഭക്തിയാണ് ഇപ്പൊ എല്ലാവർക്കും പ്രിയം. പക്ഷെ കൃഷ്ണന്റെ കാലത്ത് നമ്മളൊക്കെ മധുരയിൽ സിറ്റിസൺസ് ആയിരുന്നുവെങ്കിൽ ഒരൊറ്റ ആളെങ്കിലും കൃഷ്ണനെ കുറ്റം പറയാതിരുന്നുണ്ടാവില്ല. കാരണം കൃഷ്ണൻ അവിടെ വന്ന് കംസനെ കൊന്നപ്പോൾ ആളുകളൊക്കെ ജയ് വിളിച്ചു. അടുത്ത ദിവസം മുതൽ 27 പ്രാവശ്യം 23 അക്ഷൗഹിണി പടയോടുകൂടെ 17 പ്രാവശ്യം ജരാസന്ധൻ ആക്രമിച്ചു എന്നാണ് മധുരാപുരിയെ. ഒന്ന് ആലോചിച്ച് നോക്കാം. കുരുക്ഷേത്രത്തിൽ മൊത്തത്തിൽ 18 അക്ഷൗഹിണിയേ ഉള്ളൂ. 23 അക്ഷൗഹിണിയോടെ ആ ചെറിയ ഒരു നഗരത്തിനെ 17 പ്രാവശ്യം ആക്രമിച്ച ആളുകളൊക്കെ കൃഷ്ണനെയും ബലരാമനെയും ഒക്കെ എന്തു പറയും? ഈ കുട്ടികൾ വന്നതോടുകൂടെ നമ്മളുടെ സമാധാനം പോയി എന്ന് പറയും അല്ലേ? കുറ്റം പറഞ്ഞു, കളിയാക്കി, സ്യമന്തകം കട്ടു എന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പോഴും അതൊന്നും ഭഗവാനെ ബാധിച്ചില്ല. മധുരയിലുള്ളവരെയൊക്കെ ദ്വാരകയിൽ കൊണ്ടുപോയി സമുദ്രത്തിന്റെ നടുവിൽ താമസിപ്പിച്ചു. എന്നിട്ട് ഹസ്തിനാപുരത്തിൽ പോയി. അവിടെ പോയിട്ട് പാണ്ഡവരുടെ പ്രശ്നങ്ങളൊക്കെ തൻ്റെ തലയിലെടുത്തിട്ടു. അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. പാണ്ഡവര് കാട്ടിൽ പോയി. എല്ലാം കഴിഞ്ഞ് ഈ ഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് ധർമ്മപുത്രരെ അഭിഷേകം ചെയ്ത ശേഷം സമാധാനമായിട്ട് ഒന്ന് റിട്ടയർ ആയ കാലത്ത് വീട്ടിൽ വന്ന് സൗഖ്യമായിട്ട് ഇരിക്കാന്ന് വെച്ചാൽ ദ്വാരകയിൽ വരുമ്പോൾ താൻ വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ തമ്മിൽ അടിയും തല്ലും. ആലോചിച്ച് നോക്ക്. സക്സസ്ഫുൾ ആണോ കൃഷ്ണന്റെ ജീവിതം? താൻ വളർത്തിക്കൊണ്ടുവന്ന ആളുകള്, തൻ്റെ ബന്ധുക്കള്, താൻ കെട്ടിപ്പടുത്ത നഗരിയില് തമ്മിൽ തല്ലാണ്. അവരോടൊക്കെ പറഞ്ഞു ഭഗവാൻ സമയം വളരെ മോശമാണ്, ആരും മദിരാപാനം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും കുടിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പ്രഭാസ തീർത്ഥത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞു. ഭഗവാൻ അറിയാം 36 വർഷമായി കഴിഞ്ഞു, എല്ലാം നശിക്കാനുള്ള കാലമായി കഴിഞ്ഞു. ടിന്ന് കണക്കിന് എടുത്തു വെച്ചു അത്ര വണ്ടിയിൽ. നോക്കണം. എന്നിട്ട് പ്രഭാസ തീർത്ഥത്തിൽ പോയി എല്ലാം മധുര കുടിച്ചു. ഏരക പുല്ല് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. കൃഷ്ണൻ നടുവിൽ പോയി അടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണനെ അടിക്കാൻ പോയി. സക്സസ്ഫുൾ ആണോ? പക്ഷെ എവിടെയാ സക്സസ് അറിയോ? ഇവർ തമ്മിൽ അടിക്കുമ്പോഴേ അതിൻ്റെ നടുവിൽ നിന്ന് ഭഗവാൻ ഉറക്കെ ചിരിക്കുക അത്രേ. അതാണ് സക്സസ്. അവിടെയാണ് സക്സസ്. കാരണം ഭഗവാൻ അറിയാം ഇത് മുഴുവൻ മായയാണ്, ഇത് വെറും കളി, ഇതൊന്നും എന്നെ ബാധിക്കില്ല. ഇവിടെ ഒന്നും നന്നാക്കാനോ നേരാക്കാനോ ഒന്നുമില്ല. ഉദ്ധവര് പറയണു കണ്ഠകം കണ്ഠകേനൈവ ദ്വയമപി ഈശിതുഹു സമം. ഒരു മുള്ള് കാലിൽ കുത്തിയാൽ ഒരു മുള്ളു കൊണ്ട് ആ മുള്ളെടുത്ത് 2 മുള്ളും കളയണം. അതുപോലെ ക്ഷത്രിയന്മാരെയൊക്കെ മാറ്റാനായി യാദവരെ ഉപയോഗിച്ചു. അവസാനം യാദവര് സ്വയമേവ നശിക്കുകയും ചെയ്തു, തമ്മിൽ തല്ലിയിട്ട്. പക്ഷേ ഭഗവാൻ അതുകൊണ്ടൊന്നും ബാധിക്കപ്പെടാതെ ഉറക്കെ ചിരിച്ചുകൊണ്ട് നിന്നു അത്ര അതിൻ്റെ നടുവിൽ. ആ ചിരി അതാണ് സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. അല്ലാതെ ജീവിതം പുറമേക്ക് സക്സസ്ഫുൾ ആക്കുകയല്ല. പുറമേക്കുള്ള ജീവിതം ആരുടെ കയ്യിലും ഇല്ല, അത് പ്രകൃതിയുടെ കയ്യിലാ. ഗുജറാത്തിൽ എത്ര പേര് എന്തൊക്കെ മോഹിച്ചിട്ടുണ്ടാവും, എത്ര മാനേജ്മെന്റ് ക്ലാസ്സും സക്സസ് ക്ലാസ്സും ഒക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ? ഈ എർത്തുക്കൊക്കെ വരുന്നതിന് മുമ്പ് എന്തായി? ഒരു ദിവസം എത്ര പേര് ബാങ്കിൽ ഡെപ്പോസിറ്റ്, ബാങ്കേ പോയി. എന്ത് ചെയ്യാൻ പറ്റും?
പുറം ലോകം ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ശരീരം ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? എന്തൊക്കെ തന്നെ ചെയ്താലും നമ്മളിവിടെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമല്ല വ്യാധി വരിക, സൂക്കേടുകൾ വരിക. അപ്പൊ പെർഫെക്ഷൻ ജഡവസ്തുക്കളിൽ ഒരിടത്തും കാണാൻ പറ്റില്ല. പിന്നെ എവിടെയാ പൂർണ്ണത? തന്നിൽ. അപ്പോ സക്സസ് എന്ന് പറയുന്നത്, പൂർണ്ണത എന്ന് പറയുന്നത് ആത്മാനുഭവത്തിലാണ്. എന്തൊക്കെ തന്നെ വന്നാലും മാറാതെ ഇരിക്കുന്ന സ്ഥിതി, തൃപ്തി. അപ്പോ അതിരിക്കട്ടെ. അപ്പൊ ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുക, എല്ലാവരെയും ജയിക്കാൻ വന്നിരിക്കുക. ജയകാംക്ഷിണ എന്നാണ്. അവിടെ ധൃതരാഷ്ട്രര് യുദ്ധം വരുന്നതിന് മുമ്പൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പാണ്ഡവരും കൗരവരും എനിക്ക് ഒരുപോലെയാണ്, രണ്ടുപേരും എനിക്ക് മക്കളാണ്, എനിക്ക് തുല്യ സ്നേഹമാണെന്ന് വായ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമയം വരുമ്പോൾ പുറത്തേക്ക് കക്കി. ഗീത ആരംഭിച്ചപ്പോൾ പറഞ്ഞു മാമകാഹ പാണ്ഡവാശ്ചൈവ എന്നാണ്. എൻ്റെ മക്കളും ആ പാണ്ഡുവിൻ്റെ മക്കളും. ഉള്ളിലുള്ളത് പുറത്തു വന്നു. മാമകാഹ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. സഞ്ജയ അവര് അവിടെ കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്തു? കിം അകുർവത, എന്താ അവര് ചെയ്തത് സഞ്ജയ? അങ്ങനെ ചോദിച്ചപ്പോ സഞ്ജയൻ ഗീത ആരംഭിക്കുകയാണ്. സഞ്ജയോ വാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. രണ്ടു വശത്തും സൈന്യം നിരന്നു നിൽക്കണു. സൈന്യത്തിന് നിൽപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു വശത്ത് 11 അക്ഷോഹിണിപ്പട, അതായത് കൗരവ സൈന്യം. മറ്റേ വശത്ത് വെറും 7 അക്ഷോഹിണിപ്പട, പാണ്ഡവ സൈന്യം. എന്നുവെച്ചാൽ അനേക ലക്ഷം സൈനികര് കൗരവർക്ക് അധികമുണ്ട്. പാണ്ഡവരെക്കാളും അനേക ലക്ഷം അധികമുണ്ട് കൗരവ വശത്ത്. ഇവർ രണ്ടുപേരും രണ്ടു വശത്തായിട്ട് നിൽക്കണം. അങ്ങനെ നിന്നു കഴിഞ്ഞതും ദുര്യോധനൻ ഇറങ്ങി വന്നു. സംഭ്രമം, മുഖത്ത് കണ്ടാൽ ഒരു വെപ്രാളം, സംഭ്രമം. സംഭ്രമത്തോടെ ഇറങ്ങി വന്ന് ആചാര്യം ഉപസംഗമ്യ, ദ്രോണാചാര്യർ അവിടെ നിൽക്കണു. ഭീഷ്മരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞൂടെ എന്ന് വെച്ചാൽ, ഭീഷ്മരെ കുറച്ച് പേടിയാണ്. പിന്നെ ഭീഷ്മർ മനസ്സുകൊണ്ട് പാണ്ഡവപക്ഷത്താണെന്നൊരു നല്ല പ്രബലമായ ഒരു ഒപ്പീനിയൻ. പിന്നെ ഭീഷ്മരോട് ആജ്ഞാപിക്കാൻ പറ്റില്ല. ദ്രോണര് തൻ്റെ കൂലിക്കാരനാണെന്നുള്ള ഭാവമാണ് ഈ ദുര്യോധനന്. അതുകൊണ്ട് ദ്രോണരുടെ അടുത്ത് ധൈര്യമായിട്ട് പോയി വർത്തമാനം പറയാം. അതുകൊണ്ട് ദ്രോണാചാര്യരുടെ മുമ്പിൽ വന്ന് നിന്ന് ആചാര്യം ഉപസംഗമ്യ രാജാ, ആ ഭാവമാണ്, ഞാൻ രാജാവാണ്, രാജാ വചനമബ്രവീത്, രാജാവായ ദുര്യോധനൻ ഈ വാക്കുകളെ പറഞ്ഞു എന്ന്. എന്താ പറയണതെന്ന് വെച്ചാൽ, ആചാര്യരോട് പറയാണ്, പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഹേ ആചാര്യ, ആചാര്യരെ വിളിക്കുകയാണ്, ഹേ ആചാര്യ, മഹതീം ചമും പശ്യതാം, പശ്യ ഏതാം മഹതീം ചമും. ഈ മുമ്പിൽ നിൽക്കുന്ന ഈ വലിയ സൈന്യത്തിനെ കാണൂ. തൻ്റെ സൈന്യമല്ല. ലൗകിക മനുഷ്യരുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ, തൻ്റെ ഡെപ്പോസിറ്റിൽ 10 കോടി ഉണ്ടെങ്കിലും മറ്റവന് ഒരു 5 ലക്ഷം ഉണ്ടെങ്കിൽ കണ്ട സഹിക്കില്ല. അവരങ്ങടേ നോക്കുള്ളൂ, തൻ്റെ വശത്തേക്ക് നോക്കുകയില്ല. അങ്ങോട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. അവൻ എവിടുന്ന് കിട്ടി നോക്കിക്കൊണ്ടേയിരിക്കും. അതേ സ്വഭാവം ഇവിടെ ദുര്യോധനന് തൻ്റെ വശത്തുള്ള സൈന്യത്തിനെ നോക്കിയില്ല. അങ്ങോട്ട് നോക്കി, പാണ്ഡവരിലേക്ക് നോക്കി. എന്നിട്ട് ആചാര്യർക്ക് അറിയില്ലേ ഇപ്പൊ പാണ്ഡു സൈന്യത്തിനെ കാണിച്ചു കൊടുക്ക. പശ്യ, കാണുക, ഏതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമും. അങ്ങക്ക് അറിയാവോ ഇത് ആരാ നിലനിർത്തിയിരിക്കുന്നത്? ഈ സൈന്യം നിർത്തിയിരിക്കുന്നത് ആരാ അറിയോ? വ്യൂഢാം ദ്രുപദപുത്രേണ. ദ്രുപദൻ 2-3 ഉദ്ദേശമാണ്. ഒന്ന്, ദ്രോണാചാര്യരുടെ ഉള്ളിലുള്ള വെറുപ്പ്, ദ്രുപദനോടുള്ള വെറുപ്പ്. കുട്ടിക്കാലം മുതൽ ദ്രുപദനും ദ്രോണാചാര്യരും ഒന്നിച്ച് പഠിച്ചതാണ്. ദ്രുപദൻ ദ്രോണരോട് നമ്മൾ തമ്മിൽ കൂട്ടുകാരാണെന്നും ഇതെപ്പോഴും നിലനിർത്തണമെന്നും പറഞ്ഞു. പക്ഷേ ദ്രോണര് ബ്രാഹ്മണനാണല്ലോ, ദാരിദ്ര്യം.
പാഠശാലയിൽ നിന്നൊക്കെ പുറത്തു വന്നപ്പോൾ കുറച്ച് ധനം കിട്ടിയാൽ തൻ്റെ ദാരിദ്ര്യം മാറും. അപ്പൊ തൻ്റെ കൂട്ടുകാരൻ, പഴയ കൂട്ടുകാരനായ ദ്രുപദൻ ഇപ്പൊ രാജാവാണ്. അപ്പൊ രാജാവിനോട് ചെന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു പോയപ്പോ അകത്തേക്ക് തന്നെ കടത്തിയില്ലേ ആദ്യം. പിന്നെ അകത്ത് ചെന്നപ്പോ എന്തു വേണം എന്ന് ചോദിച്ചു. പിച്ചക്കാരോട് ചോദിക്കണ പോലെ, ഭിക്ഷക്കാരോട് ചോദിക്കണ പോലെ ചോദിച്ചു. ദ്രോണര് പറഞ്ഞു, എന്നെ ഓർമ്മയില്ലേ? ആ ഓർമ്മയുണ്ട്, നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണോ? ഓർമ്മയുണ്ട്. പക്ഷേ എപ്പോഴും സമാസമമായിട്ടുള്ളവർ തമ്മിൽ മൈത്രിഭാവം ഉണ്ടാവാൻ പറ്റുള്ളൂ. ഒരു ഭിക്ഷക്കാരനും രാജാവും തമ്മിൽ മൈത്രിഭാവം ഉണ്ടാവാൻ പറ്റില്ല എന്ന് നിഷേധിച്ചു. അപമാനിച്ചു ദ്രുപദൻ ദ്രോണരെ. ആ അപമാനത്തിന് താൻ പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അശ്വത്ഥാമാവിന് പാല് കൊടുക്കാൻ പോലും വകയില്ല എന്നാണ് കഥയൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ടാണ് തൻ്റെ കഴിവ് വെച്ചുകൊണ്ട് ഹസ്തിനാപുരത്തിൽ വന്ന് ഈ കൗരവ വംശത്തിൽ ആചാര്യരായിട്ട് മാറിയത്. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെ ഉപയോഗിച്ച് ദ്രുപദനെ തോൽപ്പിച്ചു, പിടിച്ചുകൊണ്ടുവന്ന് അപമാനിച്ചു വിട്ടു. ദ്രുപദൻ ക്ഷത്രിയനാണേ, അദ്ദേഹത്തിനും ആ വെറുപ്പ് സഹിക്കാൻ വയ്യ. അദ്ദേഹം യജ്ഞം അനുഷ്ഠിച്ച് ഒരു പുത്രനെയും ഒരു പുത്രിയും ഉണ്ടാക്കി. പുത്രി ദ്രൗപദി, അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട്. പുത്രൻ ദൃഷ്ടദ്യുമ്നൻ. ആ പുത്രൻ ഉണ്ടായത് തന്നെ ദ്രോണരെ വധിക്കാനായിട്ടാണ്. ദൃഷ്ടദ്യുമ്നൻ ജനിച്ചത് തന്നെ ദ്രോണരെ വധിക്കാനായിട്ടാണ്. ഇതൊക്കെ ദ്രോണർക്കും അറിയാം. നോക്കണേ, അവരൊക്കെ ജ്ഞാനികളാണ്. അവരാരും ഡെസ്റ്റിനിയോട് പൊരുതിയില്ല, വിധിയോട് പൊരുതിയില്ല. വിധി അതാണെന്ന് നല്ലവണ്ണം ദ്രോണർക്കറിയാം. താൻ മരിക്കാൻ പോണത് ഈ ദൃഷ്ടദ്യുമ്നന്റെ കൈ കൊണ്ടാണെന്ന് ദ്രോണർക്കറിയാം. ഭീഷ്മർക്ക് താൻ മരിക്കാൻ പോണത് ശിഖണ്ഡിയ കാരണമാണെന്ന് അറിയാം. പക്ഷെ അറിഞ്ഞതുകൊണ്ട് അവരാരും യുദ്ധം ചെയ്യാതിരുന്നില്ല. ആ വിധിയെ മാറ്റി നിർത്താൻ ശ്രമിച്ചില്ല. ഇതാണ് അറിവുള്ള മനുഷ്യന്റെ ഒരു സ്വഭാവം. അപ്പൊ ദ്രോണരുടെ അടുത്ത് വന്ന് പറയാണ്, അങ്ങയുടെ ശിഷ്യൻ, ആശ്ചര്യം, ഈ ദൃഷ്ടദ്യുമ്നൻ തന്നെ കൊല്ലാൻ പോണു എന്ന് അറിഞ്ഞിട്ടും ആ ദൃഷ്ടദ്യുമ്നൻ തൻ്റെ അടുത്ത് ധനുർവിദ്യ പഠിക്കാൻ വന്നപ്പോൾ ഒരു കുറവും വെക്കാതെ പഠിപ്പിച്ചു. തനിക്ക് അറിയണതൊക്കെ ദ്രോണർ പറഞ്ഞു കൊടുത്തു ദൃഷ്ടദ്യുമ്നൻ. ഇതാണ് ജ്ഞാനികളുടെ സ്വഭാവം. അവർക്കറിയാം ഈ ഭഗവാൻ രമണ മഹർഷി തൻ്റെ അമ്മ കാണാൻ വന്നപ്പോൾ തിരുവണ്ണാമലയിൽ ഒരുപാട് കരഞ്ഞു. സന്യാസിയായിട്ട് കൗവീനമാത്രധാരിയായിട്ട് ഇരിക്കുമ്പോൾ തിരിച്ചു വരണം വീട്ടിലേക്കെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ മഹർഷി എഴുതി കൊടുത്തു അമ്മയ്ക്കൊരു ഉപദേശം. ആദ്യമായിട്ട് ആ ഉപദേശം ഇതാണ്, ഈ ലോകത്തിൽ ഓരോ ജീവനെയും അതാത് ജീവന്റെ പ്രാരബ്ധത്തിനനുസരിച്ച് ഓരോ ജീവന്റെ ഹൃദയത്തിലും ഇരുന്നു കൊണ്ട് ഈശ്വരൻ അതാത് ജീവനെ നിയന്ത്രിക്കുന്നു. ജീവിതത്തിൽ എന്തൊക്കെ നടക്കാനുണ്ടോ അതൊക്കെ നടന്നേ തീരൂ. അതിനെ അന്യഥാ ചെയ്യാൻ ആർക്കും സാധ്യമല്ല. എന്താണോ നടക്കാൻ നിശ്ചയിക്കാത്തത് അത് എത്ര തന്നെ ശ്രമിച്ചാലും നടക്കുകയില്ല. ഇതാണ് സത്യം. ഇത് അറിഞ്ഞ ആള് ഇതിനോട് യുദ്ധം ചെയ്യാതെ വിധിവശാൽ നടക്കുന്നതൊക്കെ ശരീരത്തിനും മനസ്സിനുമാണ് നടക്കുന്നത്. ഞാൻ ശരീരമല്ല, മനസ്സല്ല എന്ന് അറിഞ്ഞ് താൻ ആത്മാവാണെന്ന് അറിഞ്ഞു സ്വതന്ത്രനാവണം. സ്വാതന്ത്ര്യം ശരീരത്തിനോ മനസ്സിനോ ഏർപ്പെടുന്ന കാര്യങ്ങളെ മാറ്റിമറിക്കുന്നതിലല്ല. സ്വാതന്ത്ര്യം ഈ ശരീരം ഞാനല്ല എന്നറിയുന്നതിലാണ്. അല്ലാതെ ശരീരത്തിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വിധിവശാൽ എന്തൊക്കെ സംഭവിക്കണോ സംഭവിച്ചേ ഒക്കൂ. കാരണം ശരീരം ഞാനല്ല, അത് പ്രകൃതിയാണ്. അതിലൊരു കൺട്രോളും എനിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, വല്ല കൺട്രോളുണ്ടോ? എൻ്റെ ഇഷ്ടപ്പടിയാണോ ജനിച്ചത്? എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ വളരണത്? എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൗന്ദര്യമോ അല്ലെങ്കിൽ കളറോ എനിക്ക് കിട്ടുമോ? കറുപ്പിനെ വെളുപ്പാക്കാനോ വെളുപ്പ് കറുപ്പാക്കാനോ പറ്റുമോ? എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മരിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. ഒരു മരം എങ്ങനെ വളരുന്നുവോ, നമ്മളുടെ വീട്ടിന് മുമ്പിലുള്ള ഒരു വേപ്പ് മരം അതെങ്ങനെ വളരണമോ, അതിൻ്റെ വളർച്ചയിൽ നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യമില്ലയോ അതേപോലെ തന്നെ എൻ്റെ ഈ ശരീരത്തിൻ്റെ വളർച്ചയിൽ തന്നെ എനിക്ക് സ്വാതന്ത്ര്യമില്ല. ഇത് അറിയുന്നതാണ് ഫ്രീഡം, മുക്തി, സ്വാതന്ത്ര്യം. ഇത് ഞാനല്ല എന്ന് അറിഞ്ഞാൽ ഞാൻ സ്വതന്ത്രനാണ്.
വേപ്പ് മരത്തിനെ വെട്ടിയാലും വേപ്പില എന്ത് ചെയ്താലും എന്നെ ബാധിക്കാത്ത പോലെ ഈ ശരീരത്തിന് എന്ത് ചെയ്താലും എന്നെ ബാധിക്കില്ല. ഈ ശരീരം ഞാനല്ല. ഈ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് ഭീഷ്മര് തന്നെ കൊല്ലാൻ പോകുന്ന ആൾ തൻ്റെ അടുത്ത് പഠിക്കാൻ വന്നപ്പോൾ ഒരു വെറുപ്പും കൂടാതെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ദുര്യോധനൻ തവ ശിഷ്യേണ ധീമത എന്ന് പറഞ്ഞത്. അങ്ങയുടെ ശിഷ്യൻ, അങ്ങയുടെ അടുത്തുനിന്ന് അസ്ത്രവിദ്യയൊക്കെ പഠിച്ചിട്ടുള്ള അതിബുദ്ധിമാനായ ദൃഷ്ടദ്യുമ്നൻ ഇതാ ഒരുക്കി നിർത്തിയിരിക്കുന്ന സമുദ്രം പോലെയുള്ള സൈന്യത്തിനെ അങ്ങ് കാണുക. ദുര്യോധനന് ദേഷ്യമാണ് ദ്രോണരോട്. അറിഞ്ഞിട്ട് പഠിപ്പിച്ചുവല്ലേ അല്ലേ വന്ന് നിൽക്കണു, നോക്കൂ. അന്ന് തന്നെ പഠിപ്പിക്കാതിരുന്നാൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അറിഞ്ഞിട്ട് പഠിപ്പിച്ചില്ലേ, ഇതാ അങ്ങയുടെ ശിഷ്യൻ അങ്ങയുടെ മുമ്പിൽ അമ്പും വില്ലും കൊണ്ട് നിൽക്കണു, ഇതാ കണ്ടില്ലേ. തവശിഷ്യേണ ധീമത എന്ന് പറഞ്ഞ് ദുര്യോധനൻ പറയുകയാണ്. ഓരോരുത്തരെയായി എടുത്തു പറയുന്നു, ഓരോ സൈന്യ നേതാക്കളെയും എടുത്തു പറഞ്ഞ് അവസാനം ദുര്യോധനൻ പറയണു, അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ദുര്യോധനൻ പറയണത്, ആചാര്യരെ, നമ്മളുടെ സൈന്യം അതിൻ്റെ രക്ഷകനാരാ? സൈന്യത്തിന് രക്ഷകനായിട്ട് ഒരാൾ ഭരിക്കും. മഹാഭാരതം നോക്കണം. സൈന്യത്തിൻ്റെ നായകനായിട്ട് ഒരാൾ ഭരിക്കും. അദ്ദേഹം സൈന്യത്തിൻ്റെ രക്ഷകനാണ്. അദ്ദേഹത്തിനെ ഇരുത്തി സേനാനിയായി ആവാഹനം ചെയ്ത് സ്കന്ദനെ ആവാഹനം ചെയ്ത് അഭിഷേകം ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൈന്യത്തിനെ മുഴുവൻ ചുമതല ഏൽപ്പിക്കും. അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ വശത്ത് ഭീഷ്മരെയാണ്. മറ്റേ വശത്ത് സൈന്യത്തിൻ്റെ നേതാവ് പാണ്ഡവരുടെ വശത്ത് ഭീമനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ബലം ഭീഷ്മാഭിരക്ഷിതം ഭീമാഭിരക്ഷിതം. പക്ഷേ സേനാധിപതി ദൃഷ്ടദ്യുമ്നനാണ്. സേനാപതി ദൃഷ്ടദ്യുമ്നനാണ്. പക്ഷെ സൈന്യത്തിൻ്റെ രക്ഷകൻ ഭീമനാണ്. അപ്പൊ ഭീമാഭിരക്ഷിതം ഭീഷ്മാഭിരക്ഷിതം. ഇവിടെ കൗരവവശത്ത് സകല ക്ഷത്രിയന്മാരും ആരുടെ പേര് കേട്ടാൽ കിടുകിടാ വിറയ്ക്കുവോ അങ്ങനെയുള്ള ഭീഷ്മര് രക്ഷിക്കുന്ന നമ്മുടെ സൈന്യം, പാണ്ഡവരുടെ സൈന്യത്തിനേക്കാളും അനേക ലക്ഷം പടയാളികൾ കൂടുതലുള്ള നമ്മളുടെ സൈന്യം, അത് അപൂർണമായിട്ട് എനിക്ക് തോന്നണു എന്നാണ്. അപര്യാപ്തം, അപൂർണമായിട്ട് തോന്നണു. പക്ഷേ പാണ്ഡവരുടെ ഭീമാഭിരക്ഷിതം, ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ആ സൈന്യമുണ്ടല്ലോ, പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം, അത് പൂർണ്ണമായിട്ട് തോന്നണമെന്ന്. എന്താപ്പോ ഇവിടെ അപൂർണം അവിടെ പൂർണ്ണം? ഇവിടെ ഇത്ര ഉണ്ടായിരുന്നിട്ട് അപൂർണം എന്ന് പറയണു, അവിടെ ഇത്രയൊന്നും ഇല്ല എന്നിട്ടും പൂർണ്ണം എന്ന് പറയണു. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ പൂർണ്ണമായ ഒരു പൊരുൾ ഇരിക്കണു. ആ വശത്ത് പൂർണ്ണമായ ഒരു വസ്തു ഒന്നും ചെയ്യാതെ ഇരിക്കണു. അതിനെ കാണുമ്പോഴൊക്കെ ദുര്യോധനന് അബദ്ധം മനസ്സിലായി അല്ലേ. കൃഷ്ണന്റെ അടുത്ത് ചെന്ന് എനിക്ക് നാരായണീ സേന മതി എന്ന് പറഞ്ഞു വാങ്ങിച്ചു. അർജുനൻ പറഞ്ഞു ഭഗവാനെ ഒന്നും ചെയ്യാത്ത അങ്ങു മതി. ദുര്യോധനൻ പറഞ്ഞു എല്ലാം ചെയ്യുന്ന സൈന്യം വേണമെന്ന് വാങ്ങിച്ചു. കൃതവർമാവിനെ വാങ്ങിച്ചു. കൃതവർമാവിനെ ഇങ്ങോട്ടും സാത്യകിയെ അങ്ങോട്ടും എടുത്തു. കൃതവർമ്മ എന്ന് വെച്ചാൽ കൃതം എന്ന് വെച്ചാൽ ചെയ്യപ്പെട്ടത് എന്നർത്ഥം. ചെയ്യപ്പെട്ട കർമ്മം പ്രാരബ്ധ കർമ്മം. വർമ്മ എന്ന് വെച്ചാൽ കവചം. പ്രാരബ്ധ കർമ്മം അഹങ്കാരനാശത്തിന് സമ്മതിക്കാതെ ഒരു ബലപ്പെട്ട കവചമായിട്ട് അജ്ഞാനത്തിനെ മൂടിയിരിക്കുന്ന ആളാണ് കൃതവർമ്മ. അദ്ദേഹം ചാവുകയില്ല. അദ്ദേഹത്തിനെയാണ് ദുര്യോധനൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇങ്ങോട്ടേക്ക്. അങ്ങോട്ടേക്കോ സാത്യകി, സത്യത്തിനെ പാലിക്കുന്നവൻ, സത്യത്തിന്റെ രക്ഷകനായ ആളെ അങ്ങോട്ടും കൊടുത്തു. എന്നിട്ട് കൃഷ്ണൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു, മതി അങ്ങു മതി എന്ന് പറഞ്ഞു. ആത്മാവിനെ അർജുനൻ വരിച്ചു. ദുര്യോധനനോ ഐശ്വര്യത്തിനെ വരിച്ചു. ഭഗവാന്റെ സൈന്യം ഐശ്വര്യം, സിദ്ധികള്, ശക്തികള്, സമ്പത്ത്, അതിനെയൊക്കെ ദുര്യോധനനും വരിച്ചു. അപ്പൊ സമ്പത്തിനെ വരിച്ച ആൾക്ക് ഇത്ര കിട്ടിയിട്ടും അപൂർണം എന്ന് തോന്നുന്നു. പക്ഷെ ഭഗവാനെ വരിച്ച അർജുനന് ഇത്രയൊന്നും സൈന്യമില്ലെങ്കിലും പൂർണ്ണം തോന്നുന്നു. ദുര്യോധനന് തന്നെ തോന്നുന്നു. ഇതാണേ നമ്മളുടെ ജീവിതമൊക്കെ ഈ ഒരു തത്വമാണ്. എത്ര ഉണ്ടെങ്കിലും ആളുകൾക്ക് തൃപ്തിയില്ല. എന്താ? നമ്മളുടെ ഉള്ളിലൊരു അപൂർണതയുണ്ട്. ആ അപൂർണതയ്ക്ക്
പണം സമ്പാദിച്ചാൽ പൂർണ്ണമാകുമെന്ന് വിചാരിച്ചാൽ അതൊരു വലിയൊരു ഗർത്തം, ഒരു കുഴി. ആ കുഴിയിൽ പണം ഇട്ട് നിറയ്ക്കണു, അത് ഫുള്ളാവണില്ല. പേരും പുകഴും ഒക്കെ ഇട്ട് നടക്കണു, അത് ഫുള്ളാവണില്ല. വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്ന് നോക്കണു, അത് നിറയണില്ല. വീട് കെട്ടി നോക്കണു, നിറയണില്ല. കല്യാണം കഴിച്ച് നോക്കണു, നിറയണില്ല. അതൃപ്തി. പക്ഷേ നിറയാൻ എന്താ വഴി? ഒന്നും ചെയ്യാത്ത ആ വസ്തുവിനെ പിടിച്ചിരുത്തണം എന്നാണ്. ഒന്നും ചെയ്യാത്ത വസ്തു. കൃഷ്ണൻ ഒന്നും ചെയ്യണില്ല. ആത്മാവിന്റെ സ്വരൂപം എന്താ? ഒന്നും ചെയ്യാതെ ഇരിക്കണത്. അഹങ്കാരത്തിന്റെ സ്വരൂപം എന്താ? എല്ലാം ചെയ്യണത്. അഹങ്കാരം സദാ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആത്മാ നിശ്ചലമായി, അകർത്താവായി, അഭോക്താവായി, സാക്ഷി മാത്രമായി, ശാശ്വതമായി, നിശ്ചലമായിട്ട് ഇരിക്കണം. ആ വസ്തുവിനെ സ്വീകരിച്ചാൽ ജീവിതം പൂർണ്ണം. നിങ്ങൾ ഈ ഗണപതിക്ക് കുബേരൻ സദ്യ കൊടുത്ത കഥ കേട്ടിട്ടുണ്ടോ? പ്രസിദ്ധമായ കഥ. കുബേരന് ആളുകൾക്ക് കുറച്ച് ധാരാളം പണം ഉണ്ടെങ്കിലേ ഒരു സുഖമില്ല. 4 പേർക്ക് അറിയണം തനിക്ക് പണമുണ്ടെന്നുള്ളത്. ഒരു വലിയ വീട് കെട്ടിയാൽ 4 പേര് കാണണം. അപ്പൊ എന്ത് ചെയ്യും? 4 പേരെ വിളിക്കും. അല്ലാതെ ആഹാരം കൊടുക്കാൻ വേണ്ടിയൊന്നുമല്ല, തൻ്റെ പടാടവം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശാപ്പാട് കൊടുക്കുക, ആളുകളെ വിളിക്കുക. അതിന് കുറേ എന്തൊക്കെയോ ഏർപ്പാടുകളാണ്. ആളുകളെ നമ്മളുടെ പടാടവം കാണിക്കാൻ വേണ്ടിയിട്ടേ എന്തൊക്കെ ആളുകൾ കാണിക്കണം അറിയോ? ആനയെ നിർത്തുക, പൂരം ഉണ്ടാക്കുക ഒക്കെ ചെയ്യും മുമ്പിൽ. ബോംബെയിൽ പുതിയൊരു ഏർപ്പാടുണ്ട്. കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ ഇങ്ങനെ പ്രഭാഷണം നടക്കുമ്പോൾ ചോട്ടിൽ കല്യാണമാണ്. അപ്പോൾ നമ്മൾ ഈ തുണിക്കടയിലൊക്കെ കാണില്ലേ, ഇങ്ങനെ ഒരു ശില്പം, ഒരു സ്ത്രീയുടെ രൂപം, അത് മെഷീനാണല്ലോ, അതിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഒരു ശില്പം നിൽക്കണു കല്യാണ പന്തലിൽ ഉമ്മർത്ത്, അതിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കണു. ഇത് നമ്മൾ കാണുന്നതാണല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരാളെന്നോട് ചോദിച്ചു, അത് കണ്ടുവോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു. എത്രയോ കണ്ടിട്ടുണ്ടല്ലോ. അല്ല, അത് ജീവനുള്ള ആളാണോ എന്നാണ്. അതിൽ സ്പെഷ്യൽ ട്രെയിനിങ് ആണത്രേ. അവർക്ക് എത്രയോ 1000 രൂപ കൊടുത്താൽ കല്യാണത്തിന് അനങ്ങാതെ, ഈ ജീവനില്ലാത്ത സാധനം മനുഷ്യരെ പോലെ കാണിച്ച അർത്ഥമുണ്ട്. ഇത് ജീവനുള്ള മനുഷ്യൻ പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുക. അത് കണ്ണനക്കാതെ ഈ ശില്പം പോലെ വേഷം കെട്ടി, മേലെയൊക്കെ കണ്ട പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും, അതുപോലെ വേഷം കെട്ടി മണിക്കൂർ കണക്കിന്. ഞാൻ വിചാരിച്ചു, അപ്പാടാ ഈ മനുഷ്യന് ആസനസിദ്ധി. ഇയാള് വിചാരിച്ചാൽ ആത്മസാക്ഷാത്കാരം നേടാം. എന്തൊരു നിഷ്ഠ! ചലിക്കാതെ, കണ്ണിമ്മ പറ്റാതെ നിന്നിങ്ങനെ കാണിക്കാം. അപ്പൊ അതുപോലെ നമ്മളുടെ വീട്ടിലുള്ളതൊക്കെ മറ്റുള്ളവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ, ആളുകളെ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വിദ്യ വേണം. അപ്പൊ കുബേരൻ ശാപ്പാട് കൊടുക്കാൻ തീരുമാനിച്ചു ദേവന്മാർക്കൊക്കെ. ദേവന്മാരെയൊക്കെ വിളിച്ച് ശാപ്പാട് കൊടുത്തു. അതും പോരാ, ശ്രീ പരമേശ്വരനെ വിളിച്ച് തൻ്റെ ഒരു ഗൗരവം കാണിക്കണം. പരമേശ്വരനെ ചെന്ന് വിളിച്ചു, ഭഗവാനെ, നമ്മുടെ വീട്ടിൽ ശാപ്പാട് കഴിക്കാൻ വരണം, നമ്മുടെ കുടിലിൽ ശാപ്പാട് കഴിക്കാൻ വരണം, വിനയം കാണിക്കണമല്ലോ. ഭഗവാൻ മനസ്സിലായി. കുബേരനോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കുറേ കാലത്തേക്ക് എവിടെയും ശാപ്പാട് കഴിക്കാൻ പോകണില്ല എന്ന് വ്രതം എടുത്തിരിക്കാം. ഉണ്ണി ഗണപതി ഇവിടെ ഉണ്ട്, കുറേ ആയിട്ട് ശാപ്പാട് പോരാ 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 എന്ന് പറഞ്ഞ് കരയണുണ്ട്, ഒന്ന് കൊണ്ടുപോയി കൊടുത്തു, ഒന്ന് തൃപ്തിപ്പെടുത്തും എന്ന് പറഞ്ഞു. കുബേരൻ നോക്കി, കുട്ടി നല്ല വണ്ണമുണ്ട്, എന്നാലും ചോട്ട. ഈ കുട്ടിക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കാനാ നമ്മളുടെ ഗൗരവം? എന്നാലും പരമേശ്വരൻ പറഞ്ഞതല്ലേ, ഞാൻ ഇപ്പം ഗണപതിയെ കൂട്ടിക്കൊണ്ടു പോവാം, പിന്നെ അങ്ങ് വരണം എന്ന് പറഞ്ഞു. ആട്ടെ, അത് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഗണപതി അയച്ചത് അത്രേ. അപ്പോൾ ഉണ്ണി ഗണപതിയെ കൂട്ടിക്കൊണ്ടുപോയി ശാപ്പാട് കൊടുക്കാൻ ഇരുത്തി. ഗണപതി തുടങ്ങി, കൊണ്ടുപോവാ കൊണ്ടുപോവാ കൊണ്ടുപോവാ. പോയി ഉള്ളതൊക്കെ പോയി, പാചകം ചെയ്ത് വെച്ചതൊക്കെ പോയി. അത് കഴിഞ്ഞ്, എവിടെ വൈശ്രവണ, നീ എന്നെ പറ്റിച്ചു, എനിക്ക് വിശക്കണു, കൊണ്ടുപോവാ. പിന്നെ എന്താ സ്വാമി, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, വേവിച്ചതൊക്കെ പോയി എന്ന് പറഞ്ഞു. വേവിക്കാത്തത് കൊണ്ടുപോവാ. പച്ചക്കറിയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ എന്താ ഉള്ളത്? അരി മാത്രമേ ഉള്ളൂ, കൊണ്ടുപോവാ. അരി, ഗോതമ്പ് ഒക്കെ വേവിക്കാത്തത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു, ഇനി എന്താ? അതും കഴിഞ്ഞു. പാത്രങ്ങൾ
അവസാനം കുബേരന് പേടിയായി, നമ്മളെ വിഴുങ്ങുമോ കണ്ടീഷൻ. ഉള്ളത് മുഴുവൻ കാലിയായി, ആളിത്രയേ ഉള്ളൂ, ഉള്ളത് മുഴുവൻ വിഴുങ്ങി. അവസാനം ഓടിച്ചെന്ന് പരമേശ്വരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കുട്ടിക്ക് ആഹാരം കൊടുക്കാൻ ഞങ്ങളുടെ വീട്ടിലില്ല. ഭഗവാൻ പറഞ്ഞു, ഊണ് കഴിക്കാൻ വിളിക്കുമ്പോഴേ ആളുകൾക്ക് വേണ്ടത് ഉണ്ടാക്കിയിട്ട് വേണം വിളിക്കാൻ. അയ്യോ സ്വാമി, ഞങ്ങൾ 1,00,000 പേർക്ക് പാചകം ചെയ്തു. അതെവിടെ പോയി എന്നറിയില്ല. ഭഗവാൻ പറഞ്ഞു, അയ്യോ കുട്ടി അത്രയൊന്നും കഴിക്കുകയില്ലല്ലോ, ഞാൻ ഇപ്പൊ വരാം. പാർവതിയുടെ അടുത്തുനിന്ന് കുറച്ച് പൊരി വാങ്ങിച്ചു, അത്രയും മലര് വാങ്ങിച്ചോണ്ട് വന്ന് ഗണപതിയുടെ അടുത്ത് വന്നപ്പോ വിശക്കണു നിലവിളിക്കാം. വായ തുറക്കാൻ പറഞ്ഞ ആ ഒരു പിടി മലര് ഗണപതിയുടെ വായിലിട്ടത് അപ്പൊ അവിടെ വേറെ നോക്കും. ഒരേ ഒരു പിടി വേറെ നോക്കും, തൃപ്തിയായിന്ന്. ഇതിനു പുറകിലൊരു വലിയ തത്വം ഒളിഞ്ഞു കിടക്കുന്നു. ജീവനാണ് ഈ ഗണപതിയെ. ആ ജീവൻ ഒരു മഹാവിശപ്പ്, നമ്മളുടെ ഒക്കെ വിശപ്പാണത്. അതിന് എന്തൊക്കെയോ തിന്നു നോക്കി ഈ ജീവൻ, എത്രയോ ജന്മങ്ങളായി തിന്നു നോക്കി. പണത്തിനെ തിന്നു നോക്കി, പ്രസിദ്ധി തിന്നു നോക്കി, ലൗകിക സുഖഭോഗങ്ങളൊക്കെ തിന്നു നോക്കി, സ്ഥാനമാനങ്ങളൊക്കെ ഭക്ഷിച്ചു നോക്കി, എന്തൊക്കെയോ ഭക്ഷിച്ചു നോക്കി. നമ്മൾ അതിനെ നേടാനായിട്ടുള്ള ശ്രമം, എന്നിട്ടൊന്നും തൃപ്തി വരില്ല. എപ്പോഴാണ് തൃപ്തി വരുന്നതെന്ന് വെച്ചാൽ പരമേശ്വരൻ ആരാണ്? ഗുരു. ഒരു പിടി മലര്. ആ മലര് എന്താന്ന് വെച്ചാൽ മഹാവാക്യം, തത്വമസി. ആ പരമതത്വം നീ തന്നെയാണ്. ഹൃദയത്തിലുള്ള സ്വരൂപത്തിനെ കാണുക, ഞാൻ എന്നുള്ളത് എന്താണെന്ന് അറിയാം എന്നുള്ള ആ മഹാ ഉപദേശം ഈ ജീവന് എപ്പോൾ കിട്ടണമോ അപ്പം ഈ വിശപ്പ് അടങ്ങും. ഈ ഭയങ്കരമായ വിശപ്പ് അടങ്ങി ആ ഒരേ ഒരു വാക്കുകൊണ്ട് സകലവിധമായ വിശപ്പും അടങ്ങി, താപങ്ങളും അടങ്ങി തൃപ്തി വരും. അതാണ് ഇപ്പൊ ഈ ഗണപതിയുടെ ഈ ആഹാരത്തിന്റെ രഹസ്യം. എത്ര ഭക്ഷിച്ചാലും തൃപ്തി വരണില്ല, അവസാനം ഒരു പിടി കൊണ്ട് തൃപ്തി വന്നില്ലേ? ആ ഒരു പിടി എന്താ? ഇതാ അറിയേണ്ടത് അറിഞ്ഞാൽ തൃപ്തി, നിശ്ചലമായ വസ്തുവിനെ കണ്ടാൽ തൃപ്തി. ഇവിടെ ഭഗവാനെ പിടിച്ച് അർജുനൻ തേർത്തട്ടിൽ ഇരുത്തിയപ്പോ കാണുന്ന ദുര്യോധനന് പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം എന്ന് തോന്നുന്നു. അങ്ങനെ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കണം. ഓരോരോ സൈനികന്മാരും ശംഖ് വിളിച്ചു. തതശംഖാശ്ച ഭേദ്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമിലോഭവത്. ഭേരികൾ മുഴക്കി, ശംഖ് വിളിച്ചു, കൊരവിട്ടു, കൊമ്പ് വിളിച്ചു, എല്ലാ സൈനികന്മാരും ഒന്ന് വിളിച്ചു. ഈ വിളിക്കണതൊക്കെ എന്താന്ന് വെച്ചാൽ ജീവിത ആയോധന ഭൂമിയിൽ വന്ന് ഓരോരുത്തരും അവരവരുടെ കഴിവ് കാണിക്കുകയാണ്. ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇത്ര പഠിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും ശംഖുവിളി അതാണ്. എല്ലാവരും ഈ ജീവിത ആയോധന ഭൂമിയിൽ വന്ന് അവരവരുടെ കഴിവിനെ വിളിച്ചു പറയലാണ് ഇതേ. ഞാൻ സംസ്കൃതം പഠിച്ചു, ഞാൻ ശാസ്ത്രം പഠിച്ചു, ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചു, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, MBBS പഠിച്ചു, ഞാൻ കവിയാണ്, ഞാൻ സംഗീതജ്ഞനാണ്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഫീൽഡിലുള്ള കൊമ്പ് വിളി. അങ്ങനെ കൊമ്പ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോ തതശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദധ്മതുഃ. തതശ്വേതൈർഹയൈർയുക്തേ, വെളുത്ത കുതിരകൾ. വെളുത്തത് എപ്പോഴും ശുദ്ധിയെ കാണിക്കുന്നതാണ് അല്ലേ? വെളുത്തത് എപ്പോഴും ശുദ്ധിയെ കാണിക്കുന്നതാണ്. ശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ. മഹത്തായ രഥം, ആ രഥത്തിൽ ഇരുന്നു കൊണ്ട്, ശരീരമാവുന്ന രഥത്തില് മുമുക്ഷുവായ ജീവന്റെ യാത്ര. വെളുത്ത കുതിരകളായി എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളാണോ കുതിരകളെ? ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. വെളുത്ത കുതിരകൾ എന്ന് വെച്ചാൽ എന്താ? ഇന്ദ്രിയങ്ങളൊക്കെ ശുദ്ധമായി എന്നർത്ഥം, നിയന്ത്രണത്തിൽ വന്നു എന്നർത്ഥം. മഹതി സ്യന്തനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ. മാധവനും പാണ്ഡവനും കൂടെ വരുന്നു. ദിവ്യൗ ശംഖൗ പ്രദധ്മതുഃ.
ദിവ്യമായ ശംഖം വിളിച്ചു. എന്താ ഭഗവാന്റെ ശംഖം? പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃകോദര. ഭഗവാൻ തന്റെ ദിവ്യമായ പാഞ്ചജന്യ ധ്വനി മുഴക്കി, പാഞ്ചജന്യം വിളിച്ചു. നാഭിയിൽ നിന്നും 5 സ്ഥാനങ്ങളിൽ സ്പർശിച്ചു വരുന്ന നാദമാണ് പഞ്ചസ്ഥാനങ്ങളിൽ സ്പർശിച്ചു വരുന്നത്. അതാണ് പാഞ്ചജന്യം. അത് അനാഹത ധ്വനിയാണല്ലോ. ആ പാഞ്ചജന്യം ഭഗവാൻ വിളിച്ചു. പാഞ്ചജന്യ ധ്വനി മുഴക്കി സൈന്യങ്ങളിൽ കൊണ്ടുവന്ന് രഥം നിർത്തി. ഭീഷ്മർ വർണ്ണിക്കണു ഭാഗവതത്തിൽ ഈ സീൻ. ഭീഷ്മർ പറയുന്നു, ഭാഗവതത്തില് ഭീഷ്മസ്തുതിയിൽ പറയുന്നു, ആ വന്ന് നിൽക്കുന്ന രൂപം കണ്ണൊന്നു പോകുന്നേ ഇല്ല എന്നാണ്. മരിക്കാൻ കിടക്കുമ്പോൾ പോലും ഭീഷ്മർക്ക് ആ അർജുനന്റെ രഥമോടിച്ചു വരുന്ന കൃഷ്ണനെയാണ് മുമ്പിൽ വരുന്നത്. ത്രിഭുവനഗമനം തമാലവർണം രവികര ഗൗരവരംബരം ദദാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേ അനവദ്യാം യുതിതുരഗരജോ വിധുമ്ര വിശ്വക്കചലുളിതശ്രമവാരി അലങ്കൃതാസ്യേ മമ നിശിതശരൈഃ വിഭിദ്യമാനത്വജി വിലസത്കവചേസ്തു കൃഷ്ണ ആത്മാ വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരത് ആത്മവിദ്യയായ ചരണരതിഃ പരമസ്യ തസ്യ മേസ്തു. ആ സീൻ ഭഗവാൻ അർജുനനെ രഥത്തിൽ കൊണ്ടുവരുന്ന ആ ചിത്രം ഭീഷ്മർ പറയാണ്, ത്രിഭുവന കമനം, 3 ലോകങ്ങളെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യം. തമാലവർണം, കായാമ്പൂവിന്റെ വർണ്ണം, നീലമേഘശ്യാമളനായിട്ട്. രവികര ഗൗരവരംബരം ദധാനേ, ഭഗവാന്റെ പീതാംബരത്തിന്റെ വർണ്ണം അസ്തമിക്കുന്ന സൂര്യന്റെ സ്വർണവർണ്ണത്തോടു കൂടിയ പീതാംബരം. രവികര ഗൗരവരംബരം ദധാനേ വപുരലകുലാവൃതാനനാബ്ജം, മുഖത്ത് കുറുനരകൾ വീണിട്ട് മുഖം അതിസുന്ദരമായിരിക്കുന്നു. അളകകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേ അനവദ്യാ. വിജയസഖേ, അർജുനന്റെ സഖാവ്. വിജയൻ എന്ന് വെച്ചാൽ ജയിക്കുന്നവനർത്ഥം. ജീവിതായോധനത്തിൽ വിജയിക്കണമെങ്കിൽ ഈ അവിജ്ഞാത സഖാവിനെ കൂട്ടുപിടിക്കണം. ഭാഗവതത്തിൽ പുരഞ്ജനോപാഖ്യാനത്തിൽ നാരദൻ പറയുന്നു, നമ്മളുടെ ഒക്കെ പുറകെ ഒരു അവിജ്ഞാത സഖാവ് ഉണ്ട് എന്നാണ്. അദ്ദേഹത്തിന് ഇപ്പോഴൊന്നും കാണില്ല. ജീവിതത്തിൽ നല്ലവണ്ണം ദുഃഖിച്ച് വിഷമിച്ച് കരഞ്ഞു വിളിക്കുമ്പോൾ ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയും, തട്ടി വിളിച്ചിട്ട്. ആ അവിജ്ഞാത സഖാവിനെ ആര് കൂട്ടുപിടിക്കുന്നു അവർക്ക് വിജയം. വിജയ സഖേ രതിരസ്തു മേ അനവദ്യാം. ആ കുതിര ഓടിച്ച് കുതിരക്കുളമ്പടി മണ്ണ് മേലെയൊക്കെ വീണ് യുതി തുരക രജോ വിധുമ്ര വിശ്വക്കചലുളിത ശ്രമവാരി. കൃഷ്ണൻ മേക്കപ്പ് ചെയ്ത കൃഷ്ണനൊന്നുമല്ല. യുദ്ധം ചെയ്തിട്ടേ രഥം ഓടിച്ചിട്ടേ തളർന്നു വേർത്ത് കുളിച്ച് തലമുടിയൊക്കെ പാറിപ്പറന്ന് മേത്തൊക്കെ മണ്ണ് വീണ് വേർത്ത് കുളിച്ച് നിൽക്കുക അത്ര. ശ്രമവാരി അലങ്കൃതാസി, അതിനൊരു സൗന്ദര്യം എന്നാണ്, നാച്ചുറൽ ബ്യൂട്ടി. ശ്രമവാരി അലങ്കൃതസ്യേ മമ നിശിതശരൈഃ വിഭിദ്യമാനത്വജി വിലസത്കവചേസ്തു കൃഷ്ണ ആത്മാ. അങ്ങനെ വന്ന് നിർത്തി, രഥം നിർത്തിയിട്ട് അർജുനൻ ഭഗവാനോട് പറയാം. അർജുനോവാച, ശ്രീ ഭഗവാനുവാച ഇല്ല ആദ്യത്തെ അധ്യായത്തില്. വിഷാദയോഗത്തിൽ ശ്രീ ഭഗവാനുവാച ഇല്ല, അർജുനോവാച.
ശ്രീ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ഒരേ ഒരു ശകലം വാക്കു മാത്രമേ ഉള്ളൂ വിഷാദയോഗത്തിൽ. അതിൽ ശ്രീ ഭഗവാൻ വാച്ചാ പ്രത്യേകിച്ചില്ല. അർജുനൻ പറഞ്ഞു. അർജുനൻ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ, അങ്ങനെ സൈന്യത്തിന് നോക്കിയിട്ട് പറഞ്ഞു ശരിക്ക് കാണാൻ വയ്യ. അപ്പൊ ഭഗവാനോട് പറയാണ്, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. ആളുകൾക്ക് അതാത് സ്ഥാനത്തിലിരുന്നാൽ ഒരു ഗൗരവം വരും. കൃഷ്ണന്റെ കാൽ കീഴിരുന്ന് കൃഷ്ണൻ സാരഥിയായി വരണം എന്ന് യാചിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പൊ ഭഗവാൻ സാരഥിയും താൻ രഥിയും, കാർ ഡ്രൈവറും ഓണറുമാണ്. അപ്പോ ആ ഓണർ സ്ഥാനത്തിൽ ഇരുന്നപ്പോ, യജമാന സ്ഥാനത്തിൽ ഇരുന്നപ്പോ, ഹേ അച്യുത, സേനയോരുഭയോർ മധ്യേ മേ രഥം സ്ഥാപയാ. രണ്ട് സൈന്യത്തിന്റെ നടുവിൽ കൊണ്ടുപോയി എന്റെ രഥം കൊണ്ടുപോയി നിർത്തൂ, ഞാൻ കാണട്ടെ, സൈന്യത്തിനെയൊക്കെ ഒന്ന് കാണട്ടെ. രഥം സ്ഥാപയമേ അച്യുത യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാന്. എന്നോട് യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുന്നവരെയൊക്കെ കാണട്ടെ ഞാൻ. യോദ്ധുകാമാൻ അവസ്ഥിതാൻ, ആരാ നിൽക്കണവര്? കൈർമയാസഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരോടാണോ യുദ്ധം ചെയ്യേണ്ടത് അവരെയൊക്കെ ഒന്ന് കാണട്ടെ, ഒന്ന് രഥം കൊണ്ട് നിർത്തുക. ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹ് യുദ്ധേ പ്രിയ ചികിത്സവഃ. ഈ ധൃതരാഷ്ട്രന്റെ പുത്രനായ ദുര്യോധനന് നല്ലത് ചെയ്യണം എന്ന് കാംക്ഷിച്ചിട്ട് ആ ദുർബുദ്ധിയുടെ കൂട്ടുപിടിച്ച ആളുകളെയൊക്കെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. പറഞ്ഞതും ഭഗവാൻ ഉണ്ടോ വല്ല ഒരു വാക്കുത്തരം പറയണമൊന്നുമില്ല. പെർഫെക്റ്റ് ഒബീഡിയൻസ് ആണ്. ഈശ്വരൻ ഈശ്വരനായിരിക്കാൻ കാരണം ഈശ്വരന് വ്യക്തിത്വമില്ല എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഈശ്വരന്റെ ഈശ്വരത്വത്തിന് കാരണം തന്നെ മാക്സിമം ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കണു എന്നുള്ളതാണ്. അങ്ങനെ ആര് തന്നെ കഴിയുന്നത് ഒതുക്കി പിടിക്കണു അവരും ഈശ്വരനായിട്ട് തീരും എന്നാണ്. ഇവിടെ ഭഗവാന്റെ വാക്കൊന്നുമില്ല. ആരെന്തു പറഞ്ഞു അനുസരിക്കാൻ തയ്യാർ. താൻ ഏത് സ്ഥാനത്തിലിരിക്കുന്നു അതിനനുസരിച്ച് വേഷം കെട്ടും. ഇവിടെ രഥം നടുവിൽ കൊണ്ട് നിർത്തൂ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടു. ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത. ഒരാള് ഗുഡാകേശനും മറ്റാള് ഋഷികേശനുമാണ്. ഋഷീകങ്ങള് എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങള് എന്നർത്ഥം. ഹൃഷീകങ്ങള് എന്നാണ് അർത്ഥം. ഹൃഷീക. ഹൃ എന്നുള്ള വാക്ക് തന്നെ ഹൃദയം എന്നർത്ഥം. ഹൃദയത്തിൽ നിന്നും പുറമേക്ക് ഉന്തി നിൽക്കുന്ന ചിത്ശക്തിയുടെ 5 കേന്ദ്രങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. ഹൃദയത്തിൽ നിന്നും, അതാണ് ഈ ന്യാസത്തില്, ലഘുന്യാസത്തില് ഓരോ ഇന്ദ്രിയങ്ങളെയും വീണ്ടും ഹൃദയത്തിൽ സ്ഥാപിക്കുന്നത്. അഗ്നിർമേ വാചശ്രിത വാഗ് ഹൃദയേ ഹൃദയം മയി അഹം അമൃതേ അമൃതം ബ്രഹ്മണി. ഇങ്ങനെ ആര് സകല ഇന്ദ്രിയങ്ങളെയും ഹൃത്തിൽ സ്ഥാപിച്ചുവോ അയാൾ ഋഷികേശൻ. ഋഷികാണാം ഈശഃ. ഈശഃ എന്ന് വെച്ചാൽ കൺട്രോളർ എന്നർത്ഥം, നിയന്താവ് എന്നർത്ഥം. സകല ഋഷീകങ്ങളെയും ഹൃദയസ്ഥാനത്തിൽ അടക്കിയിട്ടുള്ളവൻ ഋഷികേശൻ. ഇയാളോ, അർജുനനോ, ഗുഡാകേശൻ. ഗുഡാക്ക എന്ന് വെച്ചാൽ ഉറക്കം. ഉറങ്ങുന്ന ആൾക്ക് ഒരിക്കലും യോഗതലത്തിൽ മുന്നോട്ട് പോവാ എന്ന് വെച്ചാൽ ഉറങ്ങാതിരിക്കുക എന്നല്ല അർത്ഥം. ഉറങ്ങുക എന്ന് വെച്ചാൽ അജ്ഞാനത്തിലേക്ക് വീണു പോവുക എന്നർത്ഥം. അല്ലാതെ രാത്രി ഇപ്പൊ ഗീതാ പ്രഭാഷണത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് ഉറങ്ങാതിരിക്കണ്ട. നാളെ ഇവിടെ വന്നിട്ട് പിന്നെ ഉറങ്ങും. ഉറക്കത്തിനൊന്നും വേണ്ടാന്ന് വെക്കണ്ട. ഉറക്കമൊക്കെ വേണം. ഭഗവാൻ പറഞ്ഞു, യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ. നിദ്ര അതിന്റെ സമയത്തിന് നിദ്ര വേണം, സമയത്തിൽ ഉറങ്ങണം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭഗവത് ധ്യാനം ഒന്നും സാധ്യമല്ല. ഉറക്കത്തിനെ നിയന്ത്രിക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം? തൻ്റെ അജ്ഞാനത്തിനെ നിയന്ത്രിക്കുക മാത്രമല്ല, അർജുനൻ പല തപസ്സും ചെയ്യാനായിട്ട് രാത്രി ഉറക്കം പോലും ഉപേക്ഷിച്ച് തപസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം, അങ്ങനത്തെ കഴിവൊക്കെ ഉണ്ടായിരുന്നു അത്ര അർജുനന്. യുദ്ധഭൂമിയിൽ തന്നെ തളർന്നാൽ അർജുനൻ അവിടെ തന്നെ നിന്ന് ക്ഷണനേരത്തിൽ ഉറങ്ങി ഉത്സാഹം നേടിക്കൊള്ളുന്നതാണ്. അപ്പോൾ ഉറക്കം അർജുനന്റെ കയ്യിലാണ്.
സാധാരണ ആളുകൾക്ക് എങ്ങനെയാ, ഉറക്കത്തിന്റെ കയ്യിലാണ് നമ്മൾ, അല്ലേ? അത് നമ്മൾ വിളിക്കുമ്പോൾ വരില്ല, എപ്പോഴാണോ വേണ്ടാത്തത് അപ്പോൾ വരും, അല്ലേ? വീട്ടിലിരുന്ന് ഇപ്പൊ രാത്രി പോയിട്ട് കിടന്നാൽ ഉറങ്ങിയാവില്ല, എഴുന്നേൽക്കും, ഗുളിക കഴിക്കും. ചിലർക്കൊക്കെ ഗുളിക കഴിച്ചാലേ ഉറക്കം വരുള്ളൂ, ഉറക്കമേ വരില്ല. എന്നിട്ട് രാവിലെ പ്രഭാഷണം കേൾക്കാൻ വരുമ്പോൾ പുസ്തകവും വെച്ചോണ്ടിരുന്ന് ഉറങ്ങും. അപ്പൊ എപ്പോ ഉറങ്ങാൻ പാടില്ലോ അപ്പൊ ഉറക്കം വരും, എപ്പോ ഉറങ്ങണോ അപ്പൊ ഉറക്കം വരില്ല. ആർക്ക് ഉറക്കം അവരുടെ കയ്യിലുണ്ടോ അവർ ഗുഡാകേശന്മാർ. അങ്ങനെയുള്ള ആളുകൾക്ക് ആത്മതത്വം എളുപ്പം തെളിഞ്ഞു കിട്ടും എന്നാണ്. അവർ ജാഗ്രതയോടെ ഉള്ളവരാണ്. അപ്പൊ ഗുഡാകേശനാണ് അർജുനൻ. ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. രണ്ട് സൈന്യത്തിൻ്റെ നടുവിൽ കൊണ്ടുപോയി ആ ദിവ്യമായ രഥം നിർത്തി. എവിടെയാ നിർത്തിയ? അർജുനൻ പറഞ്ഞു, എന്റെ രഥം നടുവിൽ കൊണ്ടുപോയി നിർത്തുമെന്നല്ലേ. ഭഗവാൻ പതുക്കെ അർജുനനെ ഒന്ന് നോക്കിയിട്ടുണ്ടാവും, ആള് മാറിയിരിക്കണു, വലിയ ഗൗരവം. അപ്പൊ ഭഗവാൻ നേരെ രഥം കൊണ്ടുപോയി നിർത്തി. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരൂൻ ഇതി. കുറുമ്പ്, കൃഷ്ണന്റെ കുറുമ്പ്. വിഷാദയോഗത്തിൽ കൃഷ്ണന്റെ കുറുമ്പ്. കൃഷ്ണനെ അറിയാം, അർജുനന്റെ വീക്ക് പോയിന്റ് അറിയാം. ചിലർക്കൊക്കെ ചില വീക്ക് പോയിന്റ് ഉണ്ട്. ആ വീക്ക് പോയിന്റ് അറിഞ്ഞാൽ മതി അവരെ തോൽപ്പിക്കാൻ, അല്ലെ? അർജുനന്റെ വീക്ക് പോയിന്റ് മുത്തശ്ശനും ആചാര്യരുമാണ്. മുതുമുത്തശ്ശനായ ഭീഷ്മരും ആചാര്യരായ ദ്രോണരും അവരുടെ രണ്ടുപേരുടെയും നടുക്കുകൊണ്ട് ചെന്ന് നിർത്തി. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം. മാത്രം മറ്റു രാജാക്കന്മാരൊക്കെ നിൽക്കണം. എന്നിട്ട് നിർത്തിയാ പോരെ. പാർത്ഥപശ്യേതാൻ സമവേതാൻ കുരൂൻ ഇതി. ഹേ പാർത്ഥ, പശ്യ, നോക്ക. ദാ കൗരവന്മാരൊക്കെ നോക്കണു, എല്ലാരെയും നോക്കിക്കൊള്ളാം എന്നാണ് നിർത്താൻ പറഞ്ഞു. ഈ ഒരൊറ്റ വാക്ക് മാത്രം കൽപ്പിച്ചു കൂട്ടി ഭഗവാൻ പറഞ്ഞു, കാണിച്ചു കൊടുക്കാനായിട്ട്. സമവേതാൻ കുരൂൻ ഇതി. കുരുവംശജരാണ് ഈ നിൽക്കണവരൊക്കെ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരോ. കണ്ടോളാം. പാർത്ഥപശ്യേതാൻ സമവേതാൻ കുരൂൻ ഇതി എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തപ്പോ തത്ര അപശ്യത് എന്നാണ്, കണ്ടു അത്ര അർജുൻ. എന്താ കണ്ടത്? നമ്മളൊക്കെ ലോകത്തിനെ ലോകമായിട്ടൊന്നും ആരും കാണണില്ല. എല്ലാരും അവരവരുടെ വാസനയെ വെച്ചുകൊണ്ടാണ് സകല വസ്തുക്കളെയും കാണുന്നത്, അല്ലേ? നമ്മള് ഓരോ വസ്തുക്കളെയും കാണുന്നത് അവരവരുടെ വാസനയെ വെച്ചുകൊണ്ടാണ്. ലോകമായിട്ട് ആരും കാണണില്ല. ഇപ്പൊ ഇവിടെ തത്ര അപശ്യത് എന്ന് പറഞ്ഞപ്പോ വാസനാമയമായിട്ട് കണ്ടു അർജുനൻ. അല്ലാതെ കുറെ ആളുകൾ നിൽക്കണതല്ല കണ്ടത്. ഇപ്പൊ എനിക്കിവിടെ കുറെ ആളുകൾ നിൽക്കുന്നത് കാണാം. സൂക്ഷിച്ചു നോക്കിയാലോ എനിക്ക് വേണ്ടപ്പെട്ടവരെ, എനിക്ക് വേണ്ടപ്പെടാത്തവരെ, എൻ്റെ ബന്ധുക്കള്, ഇതൊക്കെ എൻ്റെ വാസന കൊണ്ട് കാണണം. കുറെ ആളുകൾ നിൽക്കണമെന്ന് കാണുന്നത് ജനറൽ വ്യൂ. കുറെ ആളുകൾ നിൽക്കണം, എല്ലാം ഒരേപോലെ കുറെ ജനങ്ങള്. അത് കുറച്ച് നോക്കിയാൽ സ്ത്രീകൾ വേറെ, പുരുഷന്മാർ വേറെ, ചെറുപ്പക്കാർ വേറെ, വയസ്സായവർ വേറെ, എനിക്ക് വേണ്ടപ്പെട്ടവര്, വേണ്ടാത്തവര്, ഇഷ്ടപ്പെട്ടവര്, ഇഷ്ടപ്പെടാത്തവര്, ഈ വകതിരിവൊക്കെ വന്നു. ഇത് വാസന കൊണ്ട് കാണാം. ഇവിടെ അർജുനൻ ഇപ്പൊ കണ്ടത് എങ്ങനെയാ? വാസനാമയമായിട്ട് കണ്ടു എന്നാണ്. അത് ഇവിടെ പറയണു. അല്ലെങ്കിൽ ദുഃഖം വരില്ലായിരുന്നു. വാസനാമയമായിട്ട് കാണാതെ വെറും പ്രാകൃതികമായിട്ട് കണ്ടിരുന്നുവെങ്കിൽ ദുഃഖമൊന്നും വരില്ല. പക്ഷെ അർജുനൻ കണ്ടത് വാസനാമയമായിട്ട് കണ്ടു. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ. കണ്ടു, നിൽക്കുന്നവരെ കണ്ടു. ആരെയാ കണ്ടത്? പിതൃൻ അഥ പിതാമഹാന്. തൻ്റെ പിതൃക്കളെ കണ്ടു. പിതാമഹാന് മുത്തശ്ശന്മാരെ കണ്ടു. ആചാര്യാന് ആചാര്യന്മാരെ കണ്ടു. മാതുലാന് അമ്മാവന്മാരെ കണ്ടു. പൗത്രാന് പുത്രാൻ പൗത്രാൻ സഖീൻസ്തതാ. ഭ്രാതൃന് സഹോദരന്മാരെ കണ്ടു. പുത്രന്മാരെ കണ്ടു. പേരക്കുട്ടികളെ കണ്ടു. 2 ജനറേഷൻ അങ്ങോട്ടും 2 ജനറേഷൻ ഇങ്ങോട്ടും കണ്ടു. തന്റെ സമകാലികന്മാരെയും കണ്ടു. പിതൃന് പിതാമഹാന്, പുത്രാന് പൗത്രാന്, സഖീൻ, ആചാര്യാൻ, സ്ഥാനത്തിൽ താൻ ബഹുമാനിക്കേണ്ട ആളുകളെ കണ്ടു. ആചാര്യാൻ, മാതുലാൻ, അമ്മാവന്മാരെ കണ്ടു.
ശ്വശുരാൻ തൻ്റെ ഭാര്യയുടെ അച്ഛൻ നിൽക്കുന്നത് കണ്ടു. ശ്വശുരാൻ അവരൊക്കെ തൻ്റെ വശത്ത് നിൽക്കണു. ആ വശത്ത് നിൽക്കണവരുണ്ട് പലരും. ശ്വശുരാൻ സുഹൃദശൈവ കൂട്ടുകാരെ കണ്ടു. അല്ലാതെ സേനാനികളെയല്ല കണ്ടത്, സോൾജേഴ്സ് അല്ല, ഒക്കെ വാസനകൾ കൊണ്ടാണ് കാണുന്നത്. സേനയോ ഉഭയോരപി രണ്ട് സൈന്യത്തിന്റെ വശത്തിലും കണ്ടു. തനിക്ക് മാത്രമായിട്ടല്ല, ഇങ്ങോട്ട് അച്ഛൻ നിൽക്കണു, അങ്ങോട്ട് മകൻ നിൽക്കണു. ഇവിടെ മരുമകൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ അമ്മായിയച്ഛൻ നിൽക്കണു. ഇവിടെ അമ്മാവൻ നിൽക്കണു, അവിടെ മരുമകൻ നിൽക്കണു. ഇവിടെ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നവർ നിൽക്കണു. അങ്ങനെ ഒരുപാടുണ്ട്. അർജുനൻ ഒരു മരുമകനും ശല്യൊരു അമ്മാവനുമാണ് അവിടെ നിൽക്കണതാ. വേണമെന്ന് വെച്ചല്ല, എങ്ങനെയോ അങ്ങനെ വന്നുപെട്ടുപോയി. പലരും അങ്ങനെ ബന്ധുക്കളാണ്. ബന്ധുക്കളായിട്ടുള്ളവർ അങ്ങനെ അങ്ങനെ ഏട്ടനനിയന്മാരാണ് മുഖ്യമായിട്ട് യുദ്ധം ചെയ്യണത്. പ്രിയപ്പെട്ട മുത്തശ്ശ മുമ്പിൽ നിൽക്കണു, ആചാര്യ മുമ്പിൽ നിൽക്കണു. എല്ലാരെയും കണ്ടു. കണ്ടതോടുകൂടെ പതുക്കെ ഗ്യാസ് പോയി. ആദ്യം അവിടെ കൊണ്ട് എന്റെ രഥം നിർത്തു, ഞാൻ ആരുടെ അടുത്താണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് കാണട്ടെ എന്ന് പറഞ്ഞ ആള് പതുക്കെ ആ ധൈര്യമൊക്കെ പോയി. താൻ സമീക്ഷസ കൗന്തേയഃ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ. കണ്ടു, ദുര്യോധനനും കണ്ടു അല്ലെ. പക്ഷെ ദുര്യോധനന്റെ ഭാവവും അർജുനന്റെ ഭാവവും നോക്കുക. ഒന്ന് ആസുരീ വാസനയും ഒന്ന് ദൈവീ വാസനയും. ദുര്യോധനന് ജയിക്കണം എന്നുള്ള സ്വാർത്ഥ ആഗ്രഹം, അത് നടക്കില്ലയോ എന്നുള്ള പേടി. ആ പേടിയിലാണ് ദ്രോണാചാര്യരുടെ അടുത്ത് പോയി അവരെയൊക്കെ നോക്കുക. അവരൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾ പഠിപ്പിച്ചവരാണ് ഒക്കെ വെപ്രാളം. രണ്ടുപേരും വാസനാമയമായിട്ടാണ് കണ്ടത്. പക്ഷെ ദുര്യോധനന്റെ ഉള്ളിൽ ആസുരീ വാസന. അതുകൊണ്ട് തനിക്ക് ജയിക്കണമെന്നും തൻ്റെ ജയം സാധ്യമല്ലയോ എന്നുള്ള പേടി. പക്ഷെ അർജുനനുണ്ടല്ലോ, താൻ ജയിക്കുമെന്ന് നല്ല ഉറപ്പ്, തന്നെ കൊണ്ട് സാധിക്കും. പക്ഷെ ഇവിടെ അർജുനന് വരുന്ന ഭാവം കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. കൃപ വന്നു അത്ര ഇവരോടൊക്കെ, ഇവരെയൊക്കെ ഞാൻ കൊല്ലണോ എന്നാണ്. ഇവിടെ ദൈവീ വാസനയാണ്, അവിടെ ആസുരീ വാസനയാണ്. ആസുരീ വാസനയുള്ള ആൾക്ക് തത്വോപദേശം ചെയ്തിട്ടൊന്നും ഫലിക്കില്ല. തത്വോപദേശമൊന്നും ദുര്യോധനന്റെ അടുത്ത് ചെലവാവില്ല. ദുര്യോധനന്റെ അടുത്ത് ഒന്നും പറ്റില്ല അല്ലെ. വിശ്വരൂപ ദർശനവും ഫലിച്ചില്ലല്ലോ. എന്തൊക്കെ കാണിച്ചു കൊടുത്തു ഭഗവാൻ. ഒരു സന്ദർഭത്തിൽ ദുര്യോധനൻ പറഞ്ഞു, ജാനാമി ധർമ്മം നഹിമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നഹിമേ നിവൃത്തി. കേനാമി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. അയാളും കേട്ടു, ഏതോ ഒരു ദേവൻ ഹൃദയത്തിൽ. അതെ, നല്ലത്. എന്റെ ഹൃദയത്തിലും ദേവൻ ഇരുന്നാണ് ചെയ്യിപ്പിക്കണത്. എനിക്ക് ധർമ്മം അറിയും, ചെയ്യാൻ പറ്റില്ല. അധർമ്മം അറിയും, അത് വിട്ടുവരാൻ വയ്യ. അപ്പൊ ദുര്യോധനൻ തയ്യാറല്ല. ദുര്യോധനൻ കേൾക്കില്ല, മാറ്റില്ല, ഉപയോഗിക്കില്ല. പക്ഷേ അർജുനന് കൃപ, ദൈവീവാസനയാണ്, വിനയമുണ്ട്. സ്വാർത്ഥത കുറഞ്ഞു പോയിരിക്കണം. ആളുകൾക്ക്, സ്വാർത്ഥതയുള്ള ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടില്ലേ. ഒരാൾ ഈശ്വരനെ തപസ് ചെയ്തിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചത്രേ, ഭഗവാനെ ലോകം മുഴുവൻ അവസാനിപ്പിച്ചോട്ടെ, പ്രളയം വന്ന് എല്ലാം പോയിക്കോട്ടെ, ഞാനും ജീവനോടെ ഇരിക്കണം, എൻ്റെ ഭാര്യയും ജീവനോടെ ഇരിക്കണം, ഒരു തട്ടാനും ഉണ്ടാവണം എന്നാണ്. ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ എനിക്ക് സുഖത്തിന് വേണ്ടി ഭാര്യ വേണം, ഭാര്യ എന്നെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ പണ്ടം ഉണ്ടാക്കി കൊടുക്കാൻ തട്ടാൻ വേണം. അത്ര സ്വാർത്ഥത. താൻ, തൻ്റെ കുടുംബം, തൻ്റെ ജീവിതം, താൻ മാത്രം. വളരെ ചെറിയ ഒരു സർക്കിൾ, അത് അങ്ങോട്ടും ഇങ്ങോട്ട് പോവില്ല. അങ്ങനെയുള്ള ആളാണ് ദുര്യോധനൻ. അയാൾക്ക് തനിക്ക് 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 സെൽഫ് സെൻറ്റേർഡാണ് ആക്ടിവിറ്റീസ് മുഴുവൻ. എല്ലാത്തിനും തനിക്കെന്ത് പ്രയോജനം വരും? ആദ്യത്തെ ചോദ്യം അതാണ്. തനിക്കെന്ത് കിട്ടും? എന്തിലും ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അത് കിട്ടില്ലയോ എന്നുള്ള പേടിയും. ഇതാണ് ദുര്യോധനന്റെ അവസ്ഥ. കലിം കുരുകുലാമയം എന്നാണ് ഭാഗവതം പറയുന്നത്. കുരുകുലത്തിന് ഏർപ്പെട്ട മഹാവ്യാധി എന്നാണ് ഇയാള്. എന്താന്ന് വെച്ചാൽ അയാളുടെ സ്വാർത്ഥത കാരണം എനിക്ക് ജയിക്കണം, എനിക്ക് വിജയിക്കണം, അതിനുവേണ്ടി എല്ലാവരും കുരുതി കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങേ വശത്ത് അർജുനന് സകല കഴിവുള്ള ആള്, കൃപയാ പരയാവിഷ്ട. അയാൾക്ക് തന്നെ കുറിച്ചുള്ള ചിന്തയല്ല അർജുനൻ പറയണത്. അതായത് അത്ര കണ്ട് ഈ അഹങ്കാരം ക്ഷയിച്ചിരിക്കണമെന്നർത്ഥം.
അഹങ്കാരത്തിനെ നമ്മൾ ഡയറക്റ്റായിട്ട് കോൺഫറന്റ് ചെയ്യണതാണ് ആത്മവിചാരം. പക്ഷെ നമ്മളെ വ്യവഹാര തലത്തിൽ തന്നെ അഹങ്കാരം ക്ഷയിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ സുഖത്തിനെ ഉപേക്ഷിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുക, ലോകത്തിന് വേണ്ടി തന്നെ അർപ്പിക്കാൻ തയ്യാറാവുക, മറ്റുള്ളവരൊക്കെ സൗഖ്യമായിട്ടുണ്ടെങ്കിൽ തനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല എന്ന് വെക്കാം. ആ ഉപേക്ഷയ്ക്ക് തയ്യാറാവുന്ന ഭാവം ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു ജീവനെ പക്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അർജുനന് ആ വാസനയുണ്ട്, ദൈവീ വാസന. തന്നെക്കുറിച്ചല്ല ചിന്ത, മറ്റുള്ളവർക്ക് എന്തെങ്കിലും വരുമോ, മറ്റുള്ളവർ ദുഃഖിക്കുമോ, മറ്റുള്ളവർക്ക് വിഷമം വരുമോ എന്നാണ്. അപ്പൊ കൃപയാ പറയാവിഷ്ടോ വിഷീതൻ ഇതമബ്രവീത്. എന്താ അർജുനൻ പറഞ്ഞത് എന്ന് വെച്ചാൽ, ഭഗവാൻ മുമ്പിൽ കൊണ്ട് നിർത്തി, ഇതാ കണ്ടോളൂ അർജുന എന്ന് പറഞ്ഞു. കണ്ട ഉടനെ ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സ്രംസത്തെ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ശക്നോമി അവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈഃ ജീവിതേന വാ. അർജുനന്റെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്, ചോദ്യാവലികൾ വരുന്നത്. ഹേ ഭഗവാനെ, ദൃഷ്ട്വേവം സ്വജനം കൃഷ്ണ. പക്ഷെ അവിടെ ഇനിയും അഹങ്കാരം ശേഷിക്കണം. കാരണം എന്താ, എത്രയോ പേരെ ഇതിനു മുമ്പ് കൊന്നിട്ടുണ്ട്, എത്രയോ യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും തോന്നാത്ത ഒരു വികാരം ഇപ്പൊ ഇവിടെ തോന്നാൻ കാരണം എന്താ, തൻ്റെ ആളുകൾ എന്ന് വന്നതുകൊണ്ടാണ്. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. യുദ്ധം ചെയ്യാനായി വന്ന് നിൽക്കണ എൻ്റെ സ്വജനങ്ങളെ കണ്ടതോടുകൂടെ സീതന്തി മമ ഗാത്രാണി, ഭഗവാനെ ശരീരം കുഴഞ്ഞു പോണു. മുഖം ച പരിശുഷ്യതി, വായിൽ വെള്ളം പറ്റിപ്പോണു. വേപതുശ്ച ശരീരേമേ, ശരീരമൊക്കെ വേർപ്പ്, BP കൂടിയെന്നർത്ഥം. രോമഹർഷശ്ച ജായത്തെ, രോമഹർഷം ഉണ്ടാവുന്നു. ഗാണ്ഡീവം സ്രംസത്തെ ഹസ്താത്ത്, കയ്യിൽ നിന്ന് വില്ല് കുഴഞ്ഞ് ചുവട്ടൽ വീണു എന്നാണ്, പിടിക്കാൻ വയ്യ. ത്വക്ചൈവ പരിദഹ്യത, ഉള്ളിലൊക്കെ ചുട്ട് നീറുക. നച ശക്നോമി അവസ്ഥാതും, ഭഗവാനെ നിൽക്കാൻ വയ്യ. ഭ്രമതീവച മേ മനഃ, ഭഗവാനെ വയ്യ, എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ. ദാ തല ചുറ്റണു, BP കൂടുമ്പോഴുള്ള ലക്ഷണം തല ചുറ്റണു എന്നാണ്. ഭ്രമതീവച മേ മനഃ. മാത്രമല്ല നിമിത്താനിച്ച പശ, മനസ്സ് ദുർബലമായാൽ ആദ്യം നോക്കുന്നത് ശകുനമാണ്. ചിലർ ശകുനം നോക്കി ഓഫീസിലേക്കേ പോകില്ല, അങ്ങനെയുള്ള കൂട്ടരുണ്ട്. രാവിലെ എണീറ്റ ശകുനം നോക്കാതെയും ഗുളികനാണോ ഗുളിക കാലമാണോ യമകണ്ഠകാലമാണോ നോക്കിയിട്ട് ഓഫീസിൽ പോയാൽ ഓഫീസിലെത്താൻ പറ്റുമോ? രാവിലെ എണീറ്റ ശകുനം നോക്കും. തമാശ എന്താന്ന് വെച്ചാൽ, ഇയാൾ ഇറങ്ങണ ഒരു ദിവസം വെട്ടുകത്തി എടുത്തൊരു പണിക്കാരൻ വരണു. കണ്ടപ്പോ ഇന്നത്തെ ജീവിതം പോയി എന്ന് പറഞ്ഞ് അയാൾ ഉള്ളിൽ കയറി പച്ചവെള്ളം കുടിച്ചിട്ടേ ഇനി പോകാൻ പാടുള്ളൂ. വെള്ളം കുടിക്കാൻ കയറി. അപ്പൊ ഈ വെട്ടുകത്തിയും കൊണ്ടുവരണ പാവം, അയാൾ കൂലിക്കാരൻ രാവിലെ എണീറ്റ് പോകണം. അയാൾ കണ്ടു, ഇയാളെ കണ്ട ഉടനെ സ്വാമി അകത്ത് കയറി. അപ്പൊ അയാൾ വിചാരിച്ചു ഇനി തമ്പുരാൻ പോയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അടുത്തുള്ള വീട്ടിൽ അയാൾ കയറി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ പോയി എന്ന് പറഞ്ഞ അയാൾ വെള്ളം കുടിച്ചിട്ട് ഇറങ്ങിയതും ഇവനും ഇറങ്ങി. ഇതിപ്പോ എത്ര നേരം പോകും? നിമിത്താനിച്ച പശ്യാമി വിപരീതാനി കേശവ. ഈ ശകുനം നോക്കി പോക്കേ ഉണ്ടാവില്ല. ഇപ്പൊ ജ്യോത്സ്യം അല്ലേ, ജ്യോതിഷം എത്രയാ തൊട്ടത്തിനും പിടിച്ചത് നോക്കും ജ്യോതിഷം. നമുക്കറിയോ, ഈ ജ്യോത്സ്യം എന്ന് പറയുന്നത് ആളുകളുടെ ജാതകം ഗണിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, വേദാംഗമാണ്. ജ്യോതിഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേഷ്യപ്പെടരുത് കേട്ടോ. ജ്യോതിഷം വേദാംഗമാണ്. ജ്യോതിശാസ്ത്രം വന്നത് യാഗസമയത്ത് ആഹുതികൾ അർപ്പിക്കാനുള്ള സമയം ഗണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോ പോയിട്ട് വീട് വെക്കാനും
കല്യാണം കഴിക്കാനും കുട്ടികളുണ്ടാകാൻ സകലത്തിനും ജ്യോതിഷമാണ്. അതോ ഈ ജ്യോതിഷം മുതലായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും ഇതൊക്കെ മായയാണ്. ഇത് പകുതി സത്യവും പകുതി കള്ളവുമാണ്. അപ്പൊ എന്താ കുഴപ്പം അറിയോ? ഒരേ അടിക്ക് കള്ളമായ അത്ര കുഴപ്പമില്ല. പകുതി സത്യമായതുകൊണ്ട് നമ്മൾ വിശ്വസിക്കും. ഈ നാഡീശാസ്ത്രമൊക്കെ അങ്ങനെയാണ്. അച്ഛൻ്റെ പേര് പറയും, അമ്മയുടെ പേര് പറയും, കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ പറയും. അത് വിശ്വസിച്ചിട്ട് അയാൾ പറയും ഫ്യൂച്ചറും പറയാ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ അയാൾ പറയണത് കേട്ട് നമ്മൾ നടന്നാ ഉണ്ടല്ലോ ജീവിതം തുറഞ്ഞു. പകുതി സത്യം പകുതി കള്ളമാണ്. ഈ പകുതി സത്യത്തിൽ നമ്മൾ വിശ്വസിക്കും, ബാക്കി പകുതി കള്ളമുണ്ടല്ലോ അത് നമ്മൾ അത്യന്തം ദുഃഖിപ്പിക്കും. പിന്നെ ജ്യോതിഷം കൊണ്ട് എന്തു വിധത്തിൽ നമ്മൾ സമാധാനിക്കാം? പ്രാരബ്ധമനുസരിച്ച് ഇന്ന പോലെയൊക്കെ വരാനുണ്ട് എന്നൊക്കെ ഏകദേശം അറിഞ്ഞാൽ പ്രതീക്ഷിച്ചിരിക്കാം. പ്രതീക്ഷിച്ചിരുന്ന് കഥന പൊട്ടിയാൽ ഞെട്ടില്ല, പ്രതീക്ഷിക്കാതെ പടക്കം പൊട്ടിയാൽ നെട്ടും. അതുപോലെ ജ്യോതിഷത്തിൽ നിന്ന് ഇന്നത് വരാനുണ്ട് ഏകദേശം പ്രാരബ്ധത്തിനനുസരിച്ച് അറിഞ്ഞാൽ ഇതൊക്കെ വരും എന്നറിഞ്ഞാൽ, വന്നിട്ടില്ലെങ്കിൽ സന്തോഷം, വന്നാൽ പേടിയൊന്നുമില്ല, മുമ്പേ അറിയുമല്ലോ ഇതൊക്കെ വരും എന്നുള്ളത്. അപ്പം ബാധിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അല്പമൊക്കെ നോക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് വരാൻ പോണ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ സർവേശ്വരൻ തന്നെ അങ്ങനെ ഒരു ശക്തിയെ നമുക്ക് തരുമായിരുന്നു. തന്നില്ലല്ലോ. അപ്പൊ ഭഗവാന്റെ ഇച്ഛ എന്താ? അറിയണ്ടെന്നാണോ? അപ്പൊ എന്തിനാ അതിലൊക്കെ പോണത് എന്നാണ്. കാണാപ്പുറം വായിക്കരുത് എന്ന് പറയും അല്ലേ? കാണാപ്പുറം വായിക്കണ്ട, അറിയണത് എന്തറിഞ്ഞോ അത് അറിഞ്ഞാൽ മതി. ഇന്ന് ഭഗവാൻ എങ്ങനെ വെച്ചിരിക്കണോ അങ്ങനെ ഇരിക്കുക, നാളെ ഭഗവാൻ എങ്ങനെ വെക്കണോ അങ്ങനെ ഇരിക്കുക. ആ ഒരു ഭാവം ഉണ്ടെങ്കിൽ ജീവൻ സ്വതന്ത്രനാണ്. അല്ലാതെ നാളെ എന്ത് വരും, നാളെ എന്ത് വരും, ഇപ്പൊ തന്നെ പേടിച്ച് അതിന് പരിഹാരം എന്തൊക്കെ ക്രിയകളുണ്ട്, എന്നിട്ടൊന്നും പെർഫെക്റ്റ് അല്ല. ഇതുവരെ ഒരു ആൾക്കും പെർഫെക്റ്റ് ആയിട്ട് ഒന്നും പ്രഡിക്ഷൻ സാധിച്ചിട്ടില്ല. ഒന്നും സാധ്യമല്ല. ഭഗവാന്റെ മായയാണ് ഇത്. വെറുതെ കളിക്കും ഇവിടെ. അപ്പോ ഇവിടെ അർജുനന്റെ മനസ്സ് ദുർബലമായപ്പോ ആദ്യ നിമിത്തം നോക്കി. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. ഭഗവാനെ, വിപരീതമായ നിമിത്തങ്ങളൊക്കെ കാണുന്നു. നച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ. ഈ സ്വജനങ്ങളെയൊക്കെ വധിച്ചിട്ട് ശ്രേയസ്സിനുള്ള മാർഗമൊന്നും കാണുന്നില്ല. ശ്രേയസ് എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരം, പ്രേയസ് എന്ന് വെച്ചാൽ ലോകഭോഗം. അർജുനന് ഇതൊക്കെ അറിയാം. ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇത് രണ്ടും വരും. ശ്രേയസ് കാണാനില്ല എന്നാണ് അർജുനൻ പറയണത്. സ്വജനങ്ങളെ വധിച്ചിട്ട് ഞാൻ എന്ത് നേടാനാ? ന കാംക്ഷേ വിജയം കൃഷ്ണ. കണ്ടോ ദൈവീ സമ്പത്ത്. ദുര്യോധനൻ പറയണത് എന്താ? എല്ലാരെയും കൊന്നിട്ടാണെങ്കിലും വിജയം നേടണം, നിങ്ങളൊക്കെ ചത്താലും വേണ്ടില്ലേ, ഞാൻ ജയിക്കണം എന്നാണ്. അവസാനം വരെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മരിച്ച് തൊടയിലെ അടി കൊണ്ട് മരിക്കാൻ കിടക്കുമ്പോൾ പോലും അശ്വത്ഥാമാവനോട് പറഞ്ഞു പറ്റുമെങ്കിൽ അവരൊന്ന് കൊന്നിട്ട് വരുമെന്ന്. അപ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ അവരെ ഹിംസിക്കണം. പക്ഷേ ഇവിടെ അർജുനൻ ഇത്രയധികം പാണ്ഡവരെ ദ്രോഹിച്ചിട്ടും അർജുനൻ പറയണത്, ഭഗവാനെ, വെറുതെ മറ്റുള്ളവരെ കൊന്നിട്ടുള്ള സുഖം എനിക്ക് വേണ്ട. ന കാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈഹി ജീവിതേന വാ. ഹേ ഭഗവാനെ, ഈ രാജ്യം കൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല, എനിക്ക് വിജയം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നകാംക്ഷേ വിജയം നച രാജ്യം, ഈ സുഖഭോഗങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. കിം നോ രാജ്യേന ഗോവിന്ദ, രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം? കിം ഭോഗൈഹി, ഭോഗം കൊണ്ട് എന്ത് പ്രയോജനം? ജീവിതേനവ, ജീവിച്ചിട്ട് തന്നെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോണു? ജീവിതം തന്നെ എനിക്ക് മതിയായിരിക്കുന്നു. ജീവിച്ചിട്ടിപ്പം എനിക്കൊന്നും നേടാനില്ല, അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട. ആരെയൊക്കെ ഇപ്പം ഞാൻ ജീവിച്ചിരുന്ന് വിജയിച്ചാൽ എൻ്റെ വിജയം കണ്ട് സന്തോഷിക്കാൻ എനിക്ക് ദ്രോണാചാര്യർ വേണം, ഭീഷ്മാചാര്യർ വേണം, കൃപാചാര്യർ വേണം, ബന്ധുക്കളൊക്കെ ഉണ്ടാവണം. എന്നാൽ ഞാൻ വിജയിച്ചിട്ട് വല്ല പ്രയോജനമുണ്ട്? ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞ് ഞാൻ വിജയിച്ചിട്ട് എന്ത് കാര്യം? ഏഷാമർത്ഥേ കാക്ഷിതം നഹ രാജ്യം ഭോഗാഹ സുഖാനിച്ച് ഇമേ അവസ്ഥിതായുദ്ധേ ഇമാ അവസ്ഥിതായുദ്ധേ പ്രാണാൻ സ്ത്യക്ത്വാ ധനാനിച്ച്. പ്രാണനും ധനവും ഒക്കെ വിട്ടിട്ട് ഇതാ ആർക്ക് വേണ്ടിയാണോ ഞാൻ ഇതൊക്കെ കാക്ഷിക്കണത് അവർ തന്നെ ഇതാ യുദ്ധത്തിന് നിൽക്കണു. ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്കിത് കിട്ടിയിട്ട് ഇപ്പം എന്ത് പ്രയോജനം? അതുകൊണ്ട് ഭഗവാനെ,
ഇതൊന്നും വേണ്ട. ആചാര്യന്മാർ നിൽക്കുന്നു, പിതൃക്കൾ നിൽക്കുന്നു, പുത്രന്മാരും പിതാമഹന്മാരും നിൽക്കുന്നു. ഇവരെ ഒന്നും കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരെയൊക്കെ കൊന്നാല് എനിക്ക് എന്ത് കിട്ടും? പാപം ഉണ്ടാവും. ഇവരെ കൊന്നിട്ട് ഞാൻ ഒന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല. സ്വജനങ്ങളെ കൊന്നിട്ട് സുഖം എവിടെ? അതുകൊണ്ട് സ്വജനങ്ങളെ കൊന്നിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ലോഭം കൊണ്ട്, അത്യാർത്തി കൊണ്ട് ഈ യുദ്ധം ചെയ്താൽ ഈ ആളുകൾക്കൊക്കെ ധർമ്മം അറിയണില്ല, ദുര്യോധനാദികൾക്ക്. അതുകൊണ്ട് അവർ യുദ്ധത്തിന് വരുന്നു. ധർമ്മം അറിയുന്ന നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല. യുദ്ധം ചെയ്താൽ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. കുലത്തിനെ നശിപ്പിച്ച ദ്രോഹം, ദോഷം വരും. സുഹൃത്തുക്കളെയൊക്കെ വധിച്ച ദോഷം വരും. കുലം നശിച്ചാലോ സ്ത്രീകൾ നശിക്കും. സ്ത്രീകൾ സ്വഭാവം ദുഷിച്ചാൽ, ധർമ്മം നശിച്ചാൽ സ്ത്രീകൾ നശിക്കും, കുലധർമ്മങ്ങൾ നശിക്കും. സ്ത്രീകൾ നശിച്ചാലോ സമൂഹം തന്നെ നശിക്കും. സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായത്തെ വർണ്ണസങ്കരഃ സങ്കരോ നരകാര ഇവ കുലഘ്നാനാം കുലസ്യച. സ്ത്രീകൾ നശിച്ചാൽ വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരും, സങ്കരം ഉണ്ടാവും. ജാതികൾ തമ്മിൽ പരസ്പരം സങ്കരം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ ധർമ്മം നശിച്ചു പോകും. അർജുനന് തനിക്ക് അറിയണതൊക്കെ അർജുനൻ വിളമ്പണം. ഇതിനൊന്നും ഇപ്പൊ വ്യാഖ്യാനിക്കാൻ പോകാൻ പാടില്ല. അർജുനൻ പറഞ്ഞതിനൊന്നും ഇതൊന്നും ശാശ്വത ധർമ്മമല്ല. അർജുനൻ തനിക്ക് അറിയണതൊക്കെ എടുത്ത് വിളമ്പുക. അപ്പൊ ഭഗവാന്റെ അടുത്ത് തനിക്ക് അറിയണതൊക്കെ വിളിച്ചു പറഞ്ഞു ഭഗവാന്റെ അടുത്ത്. ഭഗവാനെ, ധർമ്മം നശിച്ചു പോകും. ധർമ്മത്തിനെ പാലിക്കുന്ന ആളാണ് മുമ്പിൽ ഇരുന്ന് യുദ്ധം ചെയ്യുമെന്ന് പറയണത്. എന്നിട്ട് അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു, ധർമ്മം നശിച്ചു പോകും, സ്ത്രീകൾ നശിച്ചു പോകും, സ്വഭാവം. നമ്മളുമൊക്കെ പറയണ്ടല്ലേ, സ്ത്രീകളൊക്കെ ചാരിത്രം നഷ്ടപ്പെട്ടു പോയി, നമ്മളുടെ സമൂഹം ചോട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു, എല്ലാം നമ്മൾ പറയണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? കാലം അതിൻ്റെ അനുസരിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ? പക്ഷെ അർജുനൻ പ്രകൃതിയുടെ പോക്കിനെ മാറ്റിമറിക്കാൻ പറ്റുമോ നോക്കുകയാണ് അവിടെ. ഞാൻ യുദ്ധം ചെയ്യില്ല എന്നും, യുദ്ധം ചെയ്താൽ ഇന്ന ദോഷങ്ങൾ വരുമെന്നും, അതുകൊണ്ട് ഈ യുദ്ധത്തിന് ഞാൻ തയ്യാറല്ല എന്നും എന്ന് പറഞ്ഞ് തേർത്തട്ടിൽ തലയിൽ കൈ വെച്ചിരുന്നു. അഹോ ബത മഹത് പാപം കർത്തും വ്യവസിതാവയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഹ. അഹോ ഭഗവാനെ, ബത മഹത് പാപം കർത്തും വ്യവസിതാവയം. മഹാപാപം ചെയ്യാൻ നമ്മൾ പുറപ്പെട്ടു. രാജ്യം കിട്ടണം എന്നുള്ള മോഹം കൊണ്ട് സ്വജനങ്ങളെ കൊല്ലാൻ പുറപ്പെട്ടു. ഭഗവാനെ, ഇത് വലിയ പാപം, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല. യാതൊരു വികാരവും കൂടാതെ ഞാനിങ്ങനെ നിൽക്കാം. അങ്ങനെ ഇരിക്കുന്ന എന്നെ ഈ ധൃതരാഷ്ട്രപുത്രന്മാര് വന്നു കൊല്ലട്ടെ. അങ്ങനെ കൊന്നാൽ എനിക്ക് നല്ലതായി. ഇതൊക്കെ ആന്തരികമായിട്ടുള്ള ഒരവസ്ഥ. ഈ ജീവന് റെസിസ്റ്റൻസ് പോണു. റെസിസ്റ്റൻസ് എന്താണ്? അഹങ്കാരം അല്ലേ? അഹങ്കാരമുള്ള മനുഷ്യന് സന്ദിഗ്ധ ഘട്ടത്തിൽ എന്ത് പാപം വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാവും. മറ്റുള്ളവരോട് യുദ്ധം ചെയ്യും. പക്ഷെ അർജുനൻ വളരെ ഉയർന്ന ഒരു ജീവനാണെന്ന് കാണിക്കണതാണ് ഇത്. ധർമ്മത്തിന് വിരുദ്ധമാണ് തൻ്റെ യുദ്ധം എന്ന് തോന്നുന്നത് കൊണ്ട്, ശരിയാണോ തെറ്റാണോ എന്നല്ല, അർജുനന് തോന്നി താൻ ചെയ്യണത് അധർമ്മമാണ്. അതുകൊണ്ട് അർജുനൻ പറയണത് എന്താ? ധർമ്മത്തിന് നിരക്കാത്തത് ചെയ്ത് ജീവിക്കുന്നതിനേക്കാളും ഇതാ ഞാൻ ധർമ്മത്തിന് വേണ്ടി ആഹുതി അർപ്പിക്കണു, എന്നെ ധൃതരാഷ്ട്രപുത്രന്മാര് കൊല്ലട്ടെ എന്നാണ്. യതിമാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്ര രണേ ഹന്യുഹു തന്മേ ക്ഷേമതരം ഭവേത്. എനിക്ക് ക്ഷേമത്തിനുള്ള മാർഗം, ഇത് കഴിഞ്ഞാൽ എനിക്ക് ഉത്തമ ലോകപ്രാപ്തി ഉണ്ടാവും, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ യുദ്ധം ചെയ്യണില്ല എന്ന് പറഞ്ഞ് ഏവം ഉക്ത്വ അർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോക സംവിഘ്ന മാനസഃ. ഇത്രയും പറഞ്ഞ് അർജുനൻ രഥോപസ്ഥം, ആ രഥത്തിന്റെ തട്ടില് വിസൃജ്യ സശരം ചാപം, അമ്പും വില്ലും കൂടെ ഉപേക്ഷിച്ചിട്ട് ശോകം കൊണ്ട് തളർന്ന് അങ്ങനെ ഇരുന്നു. മനസ്സും ശരീരവും തളർന്ന് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് അവിടെ അങ്ങോട്ട് ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അർജുന വിഷാദം.
ഈ അർജുന വിഷാദം സദ്ഗുരുവിന്റെ സമീപത്തിലായതുകൊണ്ട് വിഷാദം യോഗമായിട്ട് മാറി. അല്ലെങ്കിലോ വിഷാദം വ്യാധിയായിട്ട് മാറും, രോഗമായിട്ട് മാറും. ഇപ്പോ ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്തിൽ, അതുകൊണ്ടാണ് നമുക്ക് വിഷാദം വരുമ്പോ അടുത്ത വീട്ടുകാരുടെ അടുത്തോ നാട്ടുകാരുടെ അടുത്തോ പോയി പറയാൻ പാടില്ല, ഭഗവാന്റെ അടുത്ത് പോയി പറയണം. അപ്പൊ എന്താവും? വിഷാദം യോഗമായിട്ട് മാറും. നമ്മളുടെ ദുഃഖമൊക്കെ ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നു, പഴയ കാലത്തൊക്കെ ഋഷികൾ ഒരുപാട് തപസ് ചെയ്തു. ഇപ്പൊ നമ്മളൊക്കെ എന്ത് തപസ് ചെയ്യും? ഇപ്പൊ ബൃഹദാരണ്യകത്തിൽ പറയുന്നുണ്ട്, ഈ ജീവന് വരുന്ന ഓരോ ദുഃഖവും തപസ്സാണ് എന്നാണ്. എന്ന് വെച്ചാൽ ദുഃഖം വരുമ്പോ ഭഗവാനെ സമീപിച്ച് ഈ ദുഃഖത്തിനെ സഹിക്കാനുള്ള ശക്തി നേടിയാൽ ആ ദുഃഖം തന്നെ തപസ്, വിഷാദം തന്നെ യോഗമായിട്ട് മാറും. വിഷാദം വരുമ്പോ ആ വിഷാദത്തിനെ തപസ്സാക്കി കാണുക. ദുഃഖം യദ്യത് അനുപ്രാപ്തം തപോരൂപേണ ഭാവയേത് ന ദുഃഖം ദുഃഖായ സ്യാത് ഇതി ശ്രുതിമാതൃകീഹി എന്നാണ്. ശ്രുതിമാതാവിൻ്റെ വാക്ക്, ദുഃഖം വരുന്നത് ദുഃഖത്തിന് വേണ്ടിയിട്ടല്ല. ഓരോരു മൂടൽ കഴിഞ്ഞാലും മഴ പെയ്യും, ഓരോരു ഇരുട്ട് കഴിഞ്ഞാലും വെളിച്ചം വരും. അതുപോലെ ഓരോരു ദുഃഖം കഴിഞ്ഞാലും ആനന്ദം തെളിഞ്ഞു വരും. ഇപ്പൊ അർജുനന്റെ ദുഃഖം നമുക്ക് അനുഗ്രഹമായിട്ട് തീർന്നു അല്ലേ? പരീക്ഷത്തിന്റെ ദുഃഖം നമുക്ക് അനുഗ്രഹമായിട്ട് തീർന്നു. കൃഷ്ണനെ പൂജിച്ചോ ഇല്ലയോ, ഈ പാണ്ഡവ വംശത്തിനെ നമ്മൾ പൂജിക്കണം. എന്താന്ന് വെച്ചാൽ മുത്തശ്ശൻ നമുക്ക് ഭഗവത്ഗീതയും പേരക്കുട്ടി നമുക്ക് ഭാഗവതവും വാങ്ങിച്ചു തന്നു. ആ മുത്തശ്ശനും പേരക്കുട്ടിയുമാണ് നമ്മൾ അനുഗ്രഹിച്ചത്. ഇപ്പോ ആ മുത്തശ്ശൻ ഭഗവത്ഗീത വാങ്ങിച്ചു. മുത്തശ്ശൻ ദുഃഖിച്ചപ്പോ ഭഗവത്ഗീത, പേരക്കുട്ടിക്ക് ദുഃഖിച്ചില്ല, വിഷമം വന്നപ്പോ ഭാഗവതം. രണ്ടുപേരും നമ്മളെ അനുഗ്രഹിച്ചു. ഇപ്പൊ അർജുനന്റെ വിഷാദം യോഗമായി മാറി. യോഗേശ്വരനായ ഭഗവാൻ പരമാത്മതത്വത്തിന്റെ കലവറ തുറക്കാൻ പോവുകയാണ്. സാഖ്യയോഗം, ഭഗവത്ഗീതയുടെ സർവസാരവും അടങ്ങിയ 2-ാം അധ്യായം. അത് നമ്മൾ നാളെ ആരംഭിക്കാം. ഓ